നമ്മൾ ഇന്നത്തെ സെഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഹൈ ഇമ്പാക്ട് സെയിലിനെ കുറിച്ചാണ്. സാധാരണഗതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന റിസൾട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഹൈ ഇമ്പാക്ട് സെയിൽ ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഈ ഹൈ ഇമ്പാക്ട് സെയിൽ എന്താണ് എന്നുള്ളതും എങ്ങനെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നോട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ആ നോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് കൂടെ കരുതുക. ഇങ്ങനെയാണ് നമുക്കൊരു ഹൈ ഇമ്പാക്ട് സെയിലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ പറ്റുക തുടങ്ങിയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇതിനകത്ത് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ സ്ലൈഡിലേക്ക് പോവാം. ആദ്യം എന്താണ് ഹൈ ഇമ്പാക്ട് സെയിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹൈ ഇമ്പാക്ട് സെയിൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു കസ്റ്റമർക്ക് ഒരു പോളിസി കൊടുത്തു കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് ഇപ്പൊ നമ്മൾ പോളിസി കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം പല കാര്യങ്ങളും വിലയിരുത്തപ്പെടുന്നതും അതുപോലെ തന്നെ പല കാര്യങ്ങളും വിമർശിക്കപ്പെടുന്നതും ഒക്കെ എവിടെയാണ്? നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ് പലപ്പോഴും പല കാര്യങ്ങളും വിലയിരുത്തപ്പെടുന്നതും പല ആൾക്കാരും പല കാര്യങ്ങളും മനസ്സിലാക്കുന്നതും പല ആളുകളും അതിൻ്റെ അകത്ത് പെട്ടു എന്നുള്ളതും ഒക്കെ മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പല കാര്യങ്ങളും ചർച്ചകളുണ്ട്. ഇതിന് ഒരുപാട് ആളുകളെ നെഗറ്റീവായിട്ട് അത് ഗൈഡ് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഇൻഷുറൻസ് ഇപ്പൊ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ഒരാൾക്ക് ഒന്നും അറിയാതെ പോയിട്ട് ഒരു ഇൻഷുറൻസ് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. പല കാര്യങ്ങളും ഇൻഷുറൻസ് കമ്പനികളോട് ഡിക്ലെയർ ചെയ്യണം. ഒരുപാട് കണ്ടീഷൻസ് വെച്ചുകൊണ്ടാണ് ഒരുപാട് ഓഫേഴ്സ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്തും അത് കഴിഞ്ഞതിന് ശേഷം ക്ലെയിമിന്റെ പാർട്ടിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ വെച്ചുകൊണ്ട് നമ്മൾ ഈ അഡ്വൈസർ പറയുന്ന ഇതിന് പുറമെ അല്ലെങ്കിൽ അഡ്വൈസറോട് പറഞ്ഞതിന് പുറമെ അല്ലെങ്കിൽ പ്രപ്പോസൽ ഫോമിൽ പറഞ്ഞതിന് പുറമെ എന്ത് ചെയ്യുന്നു? ഒരുപാട് കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്യപ്പെടുന്നു. അങ്ങനെ ഡിക്ലെയർ ചെയ്യപ്പെടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? പോളിസിയുടെ കണ്ടീഷൻസിൽ അല്ലെങ്കിൽ പോളിസിയുടെ ബെനിഫിറ്റുകളിൽ ചില കാര്യങ്ങളിൽ അവർക്ക് അത് എൻജോയ് ചെയ്യാൻ കഴിയാതെ വരുന്നു. അപ്പൊ അത് ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് കസ്റ്റമറെ സംബന്ധിച്ചാണെങ്കിലും അത് സെല് ചെയ്യുന്ന ആളെ സംബന്ധിച്ചാണെങ്കിലും പൂർണ്ണമായിട്ട് അതിന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമ കാണിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോ അതിനുള്ള ഒരു മറുപടി കൂടിയാണ്, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് മറികടക്കാം എന്നുള്ളൊരു കാര്യത്തെ കുറിച്ച് കൂടിയാണ് ഹൈ ഇമ്പാക്ട് സെയിലിനകത്ത് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഇതില് എന്താണ് ഒരു ഹൈ ഇമ്പാക്ട് സെയിലിന്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ എന്താണ് ഒരു ഹൈ ഇമ്പാക്ട് സെയിൽ എന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഒരു ഹൈ ഇമ്പാക്ട് സെയിൽ എന്ന് പറയുന്നത് കസ്റ്റമറെ സംബന്ധിച്ച് ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് കസ്റ്റമറെ സംബന്ധിച്ച് അയാൾ ഏത് പ്രൊഡക്റ്റ് ആണ് വാങ്ങിയത്, ആ പ്രൊഡക്റ്റ് എന്താണെന്നും ആ പ്രൊഡക്റ്റ് എന്തിനാണ് അയാൾ വാങ്ങിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കസ്റ്റമർക്ക് വ്യക്തമായിട്ട് അറിയാം എന്നുള്ളതാണ് ഹൈ ഇമ്പാക്ട് സെയിലിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇത് ഒരു സെയിൽസ്മാന്റെ ടാർഗറ്റ് ഒപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അഡ്വൈസർക്ക് കമ്മീഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടോ ഞാൻ എല്ലാവരെയും അല്ലാട്ടോ പറയുന്നത്. ചില ആളുകൾ എന്ത് ചെയ്യും? ഇത് അടിച്ചേൽപ്പിച്ച് പോരുന്ന പോലെ അല്ലെങ്കിൽ മുഴുവൻ കാര്യങ്ങൾ പറയാതെ തന്നെ സെയിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് അവർ പോരും. അങ്ങനെ വരുന്ന സമയത്ത് അതുണ്ടാക്കുന്ന ഇഷ്യൂസ് ചെറുതൊന്നുമല്ല. അപ്പോ അവിടെ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കസ്റ്റമറെ സംബന്ധിച്ച് കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് കസ്റ്റമറുടെ ആവശ്യത്തിന് വാങ്ങിക്കുക, നമുക്കല്ല ആവശ്യം. അതായത് വിൽക്കുന്ന സെയിൽസ്മാൻ അല്ല അത് ആവശ്യം, വിൽപ്പനയല്ല അത് അവിടെ ആവശ്യം വരുന്നത് എന്താണ്? കസ്റ്റമർ ഈ പ്രൊഡക്റ്റ് ജീവിതത്തിൽ വേണം, അല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ ഒരു പ്രൊട്ടക്ഷൻ വേണം എന്ന് പറഞ്ഞ് കസ്റ്റമർ വാങ്ങിക്കുക. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു ക്വാളിറ്റി ഉണ്ടാവാൻ പോകുന്നത് അതാണ്. രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് കസ്റ്റമർ ഈ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചുള്ള എല്ലാ സ്കോപ്പും ലിമിറ്റേഷനും കസ്റ്റമർക്ക് അറിയാം. ഇതിൽ ഇന്ന കാര്യങ്ങൾ കിട്ടും, ഇതിൽ ഇന്ന കാര്യങ്ങൾ കിട്ടില്ല, ഇതിന് ഇങ്ങനെ ഗുണങ്ങളുണ്ട്, ഇതിനെ സംബന്ധിച്ച് ഇതിന് ചില കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ കവർ ചെയ്യാൻ വേണ്ടി കഴിയില്ല. അതാണ് സ്കോപ്പും ലിമിറ്റേഷനും എന്ന് പറയുന്നത്. ഏത് ഒരു പ്രൊഡക്റ്റും 100% ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റും എന്തല്ല 100% പെർഫെക്റ്റ് അല്ല. കാരണം അതിനൊരു ലെവൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് വരാനുണ്ട്. അപ്പൊ അതിന്റെ അടുത്ത പടിയിലേക്ക് നമ്മുടെ എക്സ്പെക്ടേഷൻസ് പോകും. അങ്ങനെ എല്ലാ പ്രൊഡക്റ്റുകളും ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിൽ തന്നെയാണ് എല്ലാ കാലത്തും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രൊഡക്റ്റിന് മാത്രമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു 100% പെർഫെക്ഷനോട് കൂടിയിട്ട് മാർക്കറ്റിൽ നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ 2006 സ്റ്റാർ ഹെൽത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇറക്കിയിരുന്ന പ്രൊഡക്റ്റുകളുടെ ഫീച്ചേഴ്സ് എന്താണ്, ഇന്ന് നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സ് എന്താണ്? ഇപ്പൊ നമ്മൾ സൂപ്പർ സ്റ്റാർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കസ്റ്റമർക്ക് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതൊക്കെ ഇനിയിപ്പോ അതിന്റെ ലെവൽ നെക്സ്റ്റ് എന്താണെന്നുള്ളത് മാർക്കറ്റാണ് തീരുമാനിക്കുക. അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് കമ്പനികൾ ചിന്തിക്കും, അതങ്ങനെ പൊക്കോണ്ടിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്ന ഒരു കാര്യം, ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിനകത്ത് കവർ ചെയ്യപ്പെടാതെ പോകുന്ന കാര്യങ്ങൾ, അതിനാണ് നമ്മൾ സ്കോപ്പ് ആൻഡ് ലിമിറ്റേഷൻസ് എന്ന് പറയും. അപ്പൊ ഈ സ്കോപ്പും ലിമിറ്റേഷൻസും കൃത്യമായിട്ട് കസ്റ്റമർക്ക് അറിയും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിയുമ്പോൾ കസ്റ്റമറെ സംബന്ധിച്ച് ഒരു എന്തുണ്ടാവുക, ഒരു ഹോണേഡ് ആയിട്ടുള്ള ഒരു ഫീല് കസ്റ്റമർക്ക് ഉണ്ടാവുക. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു കാർ വാങ്ങിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു വസ്തു വാങ്ങിക്കുക, ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണ്, അതല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വാങ്ങിക്കുകയാണ്, അതല്ലെങ്കിൽ നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കുകയാണ്. ചില പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്താണ്
വാങ്ങിക്കുക അല്ലെങ്കിൽ അതിന്റെ ആവശ്യം നടക്കുന്നതിന് വേണ്ടി വാങ്ങിക്കുന്നു എന്നുള്ള രൂപത്തിൽ നമ്മൾ വാങ്ങിക്കും. പക്ഷെ ചില ഉൽപ്പന്നങ്ങളെ നമ്മൾ ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ ചില ഉൽപ്പന്നങ്ങളെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ആ വാങ്ങിക്കുന്ന സമയത്ത് കസ്റ്റമർക്ക് ഉണ്ടാകുന്ന ഒരു ഹോണർ ഉണ്ട്. ഹോണർ എന്ന് പറയുന്നത് എന്താ? അയാള് ഭയങ്കര പ്രൗഢിയോട് കൂടി ആൾക്കാരോട് പറയും, ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഒരു ഹോണർ കസ്റ്റമർക്ക് ഫീൽ ചെയ്യുക. അതാണ് പറയുന്നത്, ഒരു അഭിമാനം ഫീൽ ചെയ്യുക. കസ്റ്റമർ അതിന്റെ ഒരു പ്രൗഡ് ഓണർ ആണെന്നുള്ള രൂപത്തിലൊക്കെ കാര്യം. ചില കാറുകൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ പറയും, എന്റെ കയ്യിൽ ഇന്റെ ഒരു വണ്ടി ഉണ്ട്, എന്റെ അടുത്തൊരു ജാഗ്വാർ ഉണ്ട്, എന്റെ അടുത്തൊരു എന്താ പറയുന്നത് BMW ഉണ്ട്, അല്ലെങ്കിൽ എന്റെ അടുത്തൊരു ഔഡി ഉണ്ട്, അല്ലെങ്കിൽ എന്റെ അടുത്തൊരു ബെൻസ് ഉണ്ട് എന്നൊക്കെ ആൾക്കാർ പറയുന്ന സമയത്ത് അവർക്ക് അതിൽ ഫീൽ ചെയ്യുന്ന ഒരു വല്ലാത്തൊരു ഒരു എന്തുണ്ട് ഒരു പ്രൗഡായിട്ടാണ് അവർ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. എന്ന് പറയുന്ന പോലെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് അതൊരു ഹൈ ഇമ്പാക്ട് സെയിലാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ കസ്റ്റമറെ സംബന്ധിച്ച് കസ്റ്റമർ ഭയങ്കര അഭിമാനത്തോട് കൂടിയിട്ട് പറയും, ഞാൻ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അതും ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം ഇതില് നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ അഡ്വൈസേഴ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ് പേഴ്സണെ സംബന്ധിച്ചുണ്ടാകുന്ന വലിയൊരു ബെനിഫിറ്റ് ആണ്. അവര് ഈ പ്രൊഡക്റ്റ് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യും? റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾ അങ്ങനെ ഒരു അവസ്ഥയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ കയ്യിൽ നിന്നും പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ഒരു കസ്റ്റമർ അയാളുടെ അളിയനും അയാളുടെ അനിയനും അയാളുടെ സുഹൃത്തിനും അയാൾ പോകുന്ന വേദികളിൽ അല്ലെങ്കിൽ അയാളൊരു പ്രത്യേക സ്ഥലത്ത് പോകുമ്പോൾ, ഒരു ചടങ്ങിന് പോകുമ്പോൾ അയാള് അത് പറയാന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട്, നല്ലൊരു കമ്പനിയാണ്, അതുപോലെ തന്നെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്, അത് വാങ്ങിച്ചു വെക്കേണ്ടത് ആവശ്യമാണ്, നിങ്ങളും ആവശ്യമാണെങ്കിൽ വാങ്ങിക്കൂ, എനിക്കത് ഈ പ്രൊഡക്റ്റ് തന്നിട്ടുള്ള ആളുടെ നമ്പർ ഞാൻ തരാം എന്നുള്ളത് പറയാൻ ആ കസ്റ്റമർക്ക് മനസ്സ് കാണിക്കും. അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് അർത്ഥം എന്താ വെച്ചാൽ കസ്റ്റമർക്ക് ഒരു പ്രൗഡ് ഫീൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ഹൈ ഇമ്പാക്ട് സെയിലിൽ നിന്ന് ഉണ്ടാവുന്നതാണെന്നുള്ളത് മനസ്സിലാക്കുക. ഞാൻ പറയുന്നത് ഹൈ ഇമ്പാക്ട് സെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ടോപ്പിക്കിലൂടെ നമുക്ക് പോകാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പൊ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന മറ്റൊന്നുമല്ല, എങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു സെയിൽ നടത്താം. ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല കേട്ടോ. നിങ്ങൾ പ്രൊഡക്റ്റ് നല്ല രൂപത്തിൽ പഠിക്കണം. കസ്റ്റമറെ കാണുന്ന സമയത്ത് ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കസ്റ്റമറെ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്. എന്ത് ചെയ്യണം? കസ്റ്റമർ വളരെ അടുത്തൊരു സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ, ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ കോളിലായിരിക്കാം കസ്റ്റമറെ കാണുന്നത്, ആദ്യത്തെ കോളായിരിക്കാം കസ്റ്റമർ നമ്മളുമായിട്ട് നടക്കുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ വളരെ കാം ആൻഡ് കൂളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? കസ്റ്റമറുമായിട്ട് സംസാരിക്കും. കസ്റ്റമർ നിങ്ങളോട് സംസാരിക്കും. ആ പറയുന്ന ഒരു ഇന്ററാക്ഷൻ വഴി നിങ്ങൾക്ക് ഒരു നല്ല സെയിൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അങ്ങനെ ഒരു സെയിൽ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാലും അത് അവിടെ അവസാനിക്കില്ല. അത് കസ്റ്റമറുടെ റിലേറ്റീവ്സിലേക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്കും ഒക്കെ തന്നെ, അല്ലെങ്കിൽ അയാളുടെ ഒരു സോഷ്യൽ കണക്ഷൻസ് വരുന്ന മുഴുവൻ സ്ഥലങ്ങളിലേക്കും അയാൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്, ആ പ്രൊഡക്റ്റ് വളരെ നല്ല പ്രൊഡക്റ്റ് ആണെന്നുള്ള രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഒരു ഹൈ ഇമ്പാക്ട് സെയിൽ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു സെയിൽ ഇങ്ങനെ നടക്കണമെങ്കിൽ നമ്മൾ അതിനകത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് പോസിറ്റീവ് സെയിലാണെന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ നടക്കണമെങ്കിൽ എങ്ങനെ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതിന്റെ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്ത് എനിക്കറിയാം ഇതിനകത്ത് 500 പേര് ഇപ്പൊ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ പ്രതിഭകളായിട്ടുള്ള ആൾക്കാരുണ്ട്, വലിയ രൂപത്തിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് കാലമായിട്ട് മാർക്കറ്റിൽ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതിന്റെ ലോജിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറയണേ. അപ്പൊ ഇതിന്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ പറയാ ഇതിലെ 5 കാര്യങ്ങൾ കസ്റ്റമർക്ക് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ സാധാരണഗതിയിൽ പറയാം. 5 കാര്യങ്ങൾ. എന്തൊക്കെയാണ് 5 കാര്യങ്ങൾ? ആദ്യത്തെ എന്ന് പറയുന്ന വാട്ട്, വേർ, വെൻ, വൈ, ഹൗ. 5 കാര്യങ്ങൾ. വാട്ട് എന്ന് പറയും, ഇത് ഇൻഷുറൻസിന്റെ മാത്രം കാര്യമല്ല കേട്ടോ. ഏത് സെയിലാണെങ്കിലും ശരിയാണ്, ഒരു മികച്ച റിലേഷൻഷിപ്പ് കസ്റ്റമറും സെയിൽസ്മാനും തമ്മിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 5 കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി കസ്റ്റമർക്ക് ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും? പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ മനസ്സറിഞ്ഞായിരിക്കും പ്രൊഡക്റ്റ് വാങ്ങിക്കുക. അപ്പൊ അത് എന്തൊക്കെയാ കാര്യങ്ങളെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. വാട്ട്, വേർ, വെൻ, വൈ, ഹൗ. 4 W, ഒരു H. അതാണ് അതിന്റെ ഒരു ചുരുക്കപ്പേരെന്ന് പറയുന്നത്. 4WH എന്നാണ് നമ്മൾ പറയാം. വാട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഈ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. വാട്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് എന്താണ്? വാട്ട്. അത് കൃത്യമായിട്ട് അതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ വേർ, ഇത് എവിടുന്നാണ് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ എവിടേക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നത്, ഇത് ഉപയോഗിക്കുന്ന സ്ഥലം എവിടെയാണ്. അപ്പൊ നമ്മളൊരു ഇൻഷുറൻസ് പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഒരു ആശുപത്രിവാസം വരുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഒരു എന്താ പറയാ മെഡിക്കൽ എമർജൻസി വരുന്ന സമയത്താണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അതാണ് വേർ, അല്ലെ? അടുത്തത് എന്താ? വെൻ. എപ്പോഴാണ് ഞാനത് വാങ്ങിക്കേണ്ടത്? ആ സിറ്റുവേഷനിൽ. കാരണം ഞാനിത് എപ്പോഴാണ് വാങ്ങിക്കേണ്ടത്? അയാൾക്ക് ആരോഗ്യമുള്ള സമയത്താണ് വാങ്ങിക്കേണ്ടത്, പ്രായം കുറവുള്ള സമയത്താണ് വാങ്ങിക്കേണ്ടത്, അസുഖങ്ങളില്ലാത്ത സമയത്താണ് വാങ്ങിക്കേണ്ടത്. കാരണം ഞാനിത് ഉപയോഗിക്കുന്നത് അസുഖങ്ങൾ വരുമ്പോഴും രോഗങ്ങൾ വരുമ്പോഴുമാണ്. ഞാൻ അപ്പോൾ വാങ്ങിച്ചാൽ പോരെ എന്നുള്ളതാണ് കസ്റ്റമർ ചിന്തിക്കുക. അവിടെ ഈ പറയുന്ന വെൻ എന്ന് പറയുന്ന കോമ്പോണന്റിന് എന്തുണ്ടായിരിക്കും? ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ആ ക്ലാരിറ്റി കൊടുക്കേണ്ടത് നമ്മളാണ്, അഡ്വൈസറാണ്, അല്ലെങ്കിൽ നമ്മൾ സെയിലിൽ ചെയ്യുന്ന ആളുകളാണ് അതിന് ക്ലാരിറ്റി കൊടുക്കേണ്ടത്. വെൻ ഷുഡ് ഐ പർച്ചേസ് എന്ന് പറയുന്ന ക്വസ്റ്റിന്
നമ്മളൊരു ക്ലാരിറ്റി കൊടുക്കുന്നു. എന്താണ് ക്ലാരിറ്റി? നിങ്ങൾ ഇപ്പൊ വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറുപ്പക്കാരനാണ്, ഓക്കെ, ചെറുപ്പക്കാരനായിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറഞ്ഞ പ്രീമിയത്തിൽ വാങ്ങിക്കാം. നിങ്ങൾക്ക് എക്സ്ക്ലൂഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് ഇത് കുറഞ്ഞ പ്രീമിയത്തിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കുറഞ്ഞ പ്രീമിയത്തിൽ കൂടുതൽ കാലം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ പറയാൻ പറ്റും. ഓക്കെ, അതാണ് ഈ വെൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈ. ഈ വൈ എന്ന് പറയുന്നത് ബാക്കി പറഞ്ഞ, അതായത് ഈ 5 കോമ്പോണൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വൈ എന്ന് പറയുന്ന സംഭവം. വൈ എന്ന് പറയുന്ന കോമ്പോണന്റ് ഞാൻ സാധാരണ പറയാറില്ലേ, വൈ ഷുഡ് ഐ ബൈ ഹെൽത്ത് ഇൻഷുറൻസ്. പല ആൾക്കാരും എന്തിന് ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് വാങ്ങിക്കണമെന്ന് അറിയാത്തത് കൊണ്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ് വാങ്ങിക്കാത്തത് എന്നുള്ളത് എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് അറിയാം, അല്ലെ? അപ്പൊ ആ വൈക്ക് ആൻസർ കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വൈ ഷുഡ് ഐ ബൈ എ ഹെൽത്ത് ഇൻഷുറൻസ്? എന്തിനാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് വാങ്ങിക്കണം എന്ന് പറയുക. അതിപ്പോ നമ്മൾ ഇതിനകത്ത് പറയുന്നത് എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പറയുന്നത്. അപ്പൊ വൈ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പണന്റ് ആണ് ഇതിനകത്ത്. അതുപോലെ ഹൗ, എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് വാങ്ങിക്കുന്നതിന്റെ മുമ്പ് എങ്ങനെയാണ്, വാങ്ങിക്കുന്നത് എങ്ങനെയാണ്, വാങ്ങിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്. ഈ പറയുന്ന 3 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒരു പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയണം. ഞാൻ പറഞ്ഞു, ഇതൊരിക്കലും നമ്മൾ ഓടി കയറി ഉമ്മർത്ത് ചെന്നിട്ട് ഒരു ഹായ് പറഞ്ഞ് അല്ലെ കസാലയിൽ ഇരുന്നു എന്ന് വരുത്തി അപ്പൊ തന്നെ നമ്മൾ സംസാരിച്ച് ചെക്ക് വാങ്ങി പോയിരുന്ന പ്രോസസിനെ കുറിച്ചല്ല നമ്മൾ പറയണത്. നമ്മളൊരു സെല്ലിംഗ് നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? അതൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിട്ട് ഇത് കൊണ്ടുപോകാൻ കസ്റ്റമർക്ക് താല്പര്യം ഉണ്ടാവും. അതാണ് ഈ ഹൈ ഇമ്പാക്ട് സെയിൽസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് പോവാം. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു, വാട്ട്, വേർ, വെൻ, വൈ, ഹൗ എന്ന് പറയുന്ന 5 കോമ്പണൻസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ കസ്റ്റമർക്ക് ഉണ്ടാവും. നിങ്ങളൊരു പ്രൊഡക്റ്റ് പ്രസന്റ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ കമ്പനിയെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ, നിങ്ങളുടെ സർവീസിനെ കുറിച്ച് പറയുമ്പോൾ, അത് ആ പറയുന്ന ടോട്ടാലിറ്റി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന്റെ ശേഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ പറയുന്ന 5 കാര്യങ്ങളെ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. നമുക്ക് തെറ്റുകൾ പറ്റാം. കാരണം തെറ്റുകൾ പറ്റുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ ഡെസ്പ് ആവാതിരിക്കുക. അതിന് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, തെറ്റുകൾ പറ്റിയാണ് നമ്മൾ ശരിയായിട്ട് രൂപത്തേക്ക് എത്തുന്നത്. കാരണം തെറ്റെന്ന് പറയുന്നത് സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മൾ പുതിയതൊന്നും പരീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളൊരാളോട് സംസാരിച്ച് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കുക, ഈ പറയുന്ന 5 കോമ്പോണൻസ് ഞാൻ കവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. ആ 5 കോമ്പോണൻസ് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ സംസാരിച്ച ആൾക്ക്, നിങ്ങൾ ഏത് പ്രൊഡക്റ്റിനെ കുറിച്ചാണോ സംസാരിച്ചത് അതിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ആ ധാരണ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യം എന്താണെന്നറിയോ? അയാള് ഹൃദയം തൊട്ട് ഒരു തീരുമാനം എടുക്കും, ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് വാങ്ങിക്കണം, എന്തുകൊണ്ട് ഞാനത് വാങ്ങിക്കണം, കൃത്യമായിട്ടുള്ള ഒരു ധാരണ അയാൾക്കുണ്ടാവും. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്ന ഒരാളെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അടുത്ത വർഷം വരുന്ന സമയത്ത് സാറേ റിന്യൂവൽ അടയ്ക്കണം ഈ പാട്ടുപാടി നടക്കേണ്ട കാര്യമില്ല. കാരണം അയാളത് വാങ്ങിച്ചിട്ടുള്ളത് എന്തിനാണെന്നും എന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ അറിഞ്ഞിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളതെങ്കിൽ അത് പുതുക്കേണ്ടത് തന്നെയാണെന്നുള്ളത് അയാൾക്ക് അറിയാം. അതുകൊണ്ട് അത് പുതുക്കുക എന്ന് പറയുന്നത് നിങ്ങളൊന്ന് റിമൈൻഡർ കൊടുത്താൽ മതി, അയാൾ അത് പുതുക്കി തരും. അതാണ് ഈ ഹൈ ഇമ്പാക്ട് സെയിൽ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, ways to create a strong impact on customers when selling health insurance. ഹെൽത്ത് ഇൻഷുറൻസ് സെല് ചെയ്യുന്ന സമയത്ത് ഒരു സ്ട്രോങ് ഇമ്പാക്ട് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ്, ആദ്യം നമുക്ക് എന്തുണ്ടായിരിക്കണം? എമ്പതി ഉണ്ടായിരിക്കണം. ഒന്ന് എമ്പതി എന്ന് പറയുന്നത് എമ്പതിയോട് കൂടിയിട്ട് ആ കസ്റ്റമറെ നമ്മൾ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. എന്താണ് ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ, പറയുന്ന കാര്യങ്ങൾ ആദ്യം കുറെ കാര്യങ്ങൾ പറഞ്ഞു, അത് കഴിഞ്ഞ് കുറെ കാര്യങ്ങൾ പറഞ്ഞു, അത് കഴിഞ്ഞ് കുറെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ആദ്യം പറഞ്ഞ കാര്യം രണ്ടാമത് പറഞ്ഞ കാര്യം തമ്മിൽ മാച്ച് ചെയ്യുന്നില്ല. പിന്നുള്ള കാര്യങ്ങൾ വന്നപ്പോൾ അതും ഇതും തമ്മിൽ മാച്ച് ചെയ്യുന്നില്ല. അത്തരത്തിൽ സിറ്റുവേഷൻ വരാൻ പാടില്ല. അതെങ്ങനെയാണ് നമ്മളത് ക്ലാരിറ്റി വരുത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പ്രസന്റേഷന് പോകുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ 1 പേജർ, അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ് നടക്കുന്ന സമയത്ത്, നമ്മുടെ ട്രെയിനേഴ്സിന്റെ പ്രൊഡക്റ്റ് സെഷൻ നടക്കുന്ന സമയത്ത് അതിനകത്തുനിന്ന് ഈ പറയുന്ന പ്രൊഡക്റ്റിനെ മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യണം? പോയിന്റുകളാക്കിയിട്ട് എഴുതി വെക്കണം. ആ പോയിന്റുകളാക്കിയിട്ട് എഴുതി വെച്ചിട്ട് അതൊന്ന് പ്രസന്റബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഹൈ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 10 പോയിന്റ് അല്ലെങ്കിൽ ഒരു 15 പോയിന്റ് എടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ പ്രസന്റേഷൻ നടത്തുകയാണെങ്കിൽ ഈ ക്ലാരിറ്റി എന്ന് പറയുന്ന സംഭവം വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ട്രസ്റ്റ് ബിൽഡിംഗ്. ഈ ട്രസ്റ്റ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രസ്റ്റ് എന്ന് പറയുന്ന സംഭവം 3 കാര്യങ്ങളിൽ ഉണ്ടാവണം. 3 കാര്യങ്ങളിൽ ട്രസ്റ്റ് വരണം. എന്തൊക്കെയാ 3 കാര്യങ്ങളിൽ ട്രസ്റ്റ്? ഒന്ന്, നിങ്ങൾ പ്രസന്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിനകത്ത് കസ്റ്റമർക്ക് ട്രസ്റ്റ് വരണം. രണ്ടാമത്തത്, നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന കമ്പനിയിൽ കസ്റ്റമർക്ക് ട്രസ്റ്റ് വരണം. മൂന്നാമത്തത്, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയിൽ എന്തുണ്ടാവണം? ട്രസ്റ്റ് ഉണ്ടാവണം. ഇപ്പൊ നമ്മളൊരു കാര്യം പറയണം. ഒരു കാര്യം പറയുന്ന സമയത്ത് അതിന് ക്ലാരിറ്റി ഇല്ലാതെ നമ്മൾ തട്ടി തടഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തപ്പി തടഞ്ഞുകൊണ്ടാണ് പറയണത്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞ കാര്യം, ഞാനിപ്പോ കമ്പനി എന്നാ തുടങ്ങിയത്? കമ്പനി തുടങ്ങിയത് 2006-ലാണോ 2007-ലാണോ? 2006 അല്ല 2007. എന്താ സംഭവിക്കുക? കസ്റ്റമറെ സംബന്ധിച്ച് നിങ്ങളുടെ അതോറിറ്റിയിൽ വലിയ വ്യത്യാസം വരും, വലിയ വിശ്വാസമൊക്കെ കുറവ് കസ്റ്റമർക്ക് ഫീൽ ചെയ്യും, അല്ലെ? അപ്പൊ നിങ്ങൾ ഒരു കാര്യം പറയുന്ന സമയത്ത് കമ്പനി എന്നാണ് തുടങ്ങിയെന്നുള്ള ചോദ്യത്തിന്
ഒന്നുകിൽ 18 വർഷമായി എന്നുള്ളത് പറയാൻ പറ്റണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റണം, 2006 മെയ് 18 കമ്പനി തുടങ്ങിയിട്ടുള്ളത് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിനകത്തും ഓപ്പറേഷൻസ് ഉണ്ട്, 14,500ഓളം ആശുപത്രികൾ നമുക്ക് നെറ്റ്വർക്ക് ഉണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് രണ്ടാമതൊരു ഡാറ്റ വരുമ്പോൾ ഈ പറയുന്ന ആദ്യത്തെ ക്ലാരിറ്റി നഷ്ടപ്പെടുന്നു. മാത്രമല്ല ഇത് കസ്റ്റമറിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി, ട്രസ്റ്റ് ബിൽഡ് ചെയ്യാന്ന് പറയുന്നത് അയാൾ നമുക്ക് കാശ് തരുന്നത് സംശയത്തോടു കൂടി ആയിരിക്കരുത്, 100% വിശ്വാസത്തോടു കൂടി ആയിരിക്കണം. നമ്മൾ പല ക്ലെയിമുകളുടെയും കാര്യങ്ങൾ വരുന്ന സമയത്ത് കസ്റ്റമർ അപ്സെറ്റ് ആവുന്നതിന്റെ കാര്യം അന്വേഷിച്ച് ചെന്നാൽ അതിന്റെ കോർ ലെവലിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും വിശ്വാസക്കുറവാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ വിശ്വാസക്കുറവ് വരുന്നതിന് കാര്യം എന്താ? വിശ്വാസക്കുറവ് വരുന്നതിന് കാര്യം നമ്മൾ അതിനെ ഇനീഷ്യൽ ലെവലിൽ കമ്പനിയെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പിന്നീട് നമ്മളുള്ള ഫോളോ അപ്പ് ഇന്ററാക്ഷൻസിൽ കമ്പനിയെ കുറിച്ച് എന്താ പറയാ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, ഒരു ഫൗണ്ടേഷൻ പ്രസന്റ് ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർ കോൺഫിഡന്റ് ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ നിങ്ങൾ കമ്പനിയെ കുറിച്ച്, നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച്, അതുപോലെ തന്നെ നിങ്ങളുടെ കപ്പാസിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പൊസിഷനെ കുറിച്ച് 100% കോൺഫിഡന്റ് ആയിട്ട് കസ്റ്റമർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയണം. അതാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇതിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു ഹൈ ഇമ്പാക്ട് സെയിലിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ ഇതൊരു വലിയ റോക്കറ്റ് സയൻസ് ആയിട്ടൊന്നും ആർക്കും തോന്നേണ്ട കാര്യമില്ല. നിങ്ങൾ ദിവസം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ് നിങ്ങളിൽ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുക. എങ്ങനെയാണ് നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക? കമ്പനിയെ കുറിച്ചൊന്ന് വായിക്കുക, ഒരു വെബ്സൈറ്റ് തുറക്കുക, വെബ്സൈറ്റിനകത്ത് അത് ദിവസം ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നിങ്ങൾക്ക് അതിനകത്ത് മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് വായിക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ വൺ പേജർ എടുത്ത് വായിക്കുക. അതുപോലെ നമ്മുടെ വെബ്സൈറ്റ് തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് കമ്പനി പറയുന്ന ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് അതിനകത്ത് നറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പറയുന്ന കാര്യം നിങ്ങളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നല്ല രൂപത്തിലുള്ള എന്ത് കിട്ടും, അത് വളരെ പെട്ടെന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ സെഷൻസ് നടക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളിലാണ് ട്രെയിനേഴ്സ് അതിനകത്ത് ഊന്നൽ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയാ പഞ്ച് ചെയ്ത് സംസാരിക്കുന്ന ഏതൊക്കെ പോയിന്റിലാണെന്നുള്ളത് നോക്കിയിട്ട് അത് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത്. ഇതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ആദ്യത്തെ പോയിന്റ് എങ്ങനെയാണ് നമ്മൾ ഒരു ഹൈ ഇമ്പാക്ട് സെയിൽ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ കസ്റ്റമേഴ്സ് നീഡ്സ്. അണ്ടർസ്റ്റാൻഡ് ദ കസ്റ്റമേഴ്സ് നീഡ്. കസ്റ്റമറുടെ ആവശ്യം അറിയുക. ഈ ന്യൂ ജനറേഷൻ സെയിൽസ് അല്ലെങ്കിൽ ന്യൂ ഏജ് സെയിൽസ് എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ പറയുമ്പോൾ വലിയ വലിയ കാര്യമാണെങ്കിലും അതിനകത്ത് നടക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു പോയിന്റ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, എന്താണ്? അണ്ടർസ്റ്റാൻഡ് ദ കസ്റ്റമേഴ്സ് നീഡ്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു പ്രൊഡക്റ്റ് എടുത്തിട്ട് ആ പ്രൊഡക്റ്റ് കസ്റ്റമർക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കസ്റ്റമർക്ക് അതിൽ വിശ്വാസം വരും. അതോടൊപ്പം തന്നെ കസ്റ്റമർക്ക് അത് ഉപയോഗിക്കാനും കഴിയും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കസ്റ്റമറുടെ ആവശ്യങ്ങളെ മുൻനിർത്തിയിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന പ്രൊഡക്റ്റിന്റെ സെലക്ഷൻ നടത്തിയിട്ടുള്ളത്. അപ്പൊ ആ പ്രൊഡക്റ്റ് സെലക്ഷന് വേണ്ടിയിട്ടാണ് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ കസ്റ്റമേഴ്സ് നീഡ്സ്. എങ്ങനെയാണ്? ആസ്കിംഗ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദിയർ ഫാമിലി, ഹെൽത്ത് കൺസേൺസ്, ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആൻഡ് ഫ്യൂച്ചർ പ്ലാൻസ്. 4 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്താ ചോദ്യങ്ങൾ? ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഞാൻ ഈ പറയുന്ന പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ ആദ്യം വന്നിട്ടുള്ള ഒരു വേർഡ് ഉണ്ട്. എന്താണ്? സ്റ്റാർട്ട് ബൈ ആസ്കിംഗ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. 2 രൂപത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒന്ന് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഈ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസും ക്ലോസ്ഡ് എൻഡ് ക്വസ്റ്റ്യൻസും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയോ? ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, ജയപ്രകാശ് ഇപ്പൊ പോവോ അതോ കുറച്ച് കഴിഞ്ഞിട്ട് പോകുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അതിനകത്ത് വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഞാൻ എന്ത് പറയും? ഒന്നുകിൽ ഞാൻ ഇപ്പൊ പോകുമെന്ന് പറയും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പോകുമെന്ന് പറയും. അതല്ല, നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, ഇപ്പോ എലിസബത്ത് മാഡം എന്നോട് ചോദിക്കുകയാണ് ജയപ്രകാശ് എപ്പോഴാണ് പോവാൻ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനകത്ത് ജയപ്രകാശ് എപ്പോഴാണ് പോവാൻ ചോദിക്കുമ്പോൾ അവിടെ എനിക്ക് എന്തുണ്ട്? ഒരു ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് എന്ന് പറയുന്നത് എന്താ? മാഡം ഞാനിവിടെ വന്നത് ഇത്ര സമയത്താണ്, എനിക്ക് ഇവിടെ ഇന്ന ആളെയും കൂടി കാണാനുണ്ട്, അതും കൂടി കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ള ട്രെയിൻ ആണത് ഇതുവരെ കൺഫേം ആയിട്ടില്ല, കൺഫേം ആയി കഴിഞ്ഞ സമയത്ത് അതല്ലെങ്കിൽ അതിന് പോകും, അതല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരമുള്ള അടുത്തൊരു ട്രെയിനിന് ഞാൻ പോകും. എന്താ ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യനും ക്ലോസ്ഡ് എൻഡ് ക്വസ്റ്റ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താ? കസ്റ്റമർക്ക് തുറന്ന് സംസാരിക്കാനുള്ള അവസരം കിട്ടുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അവരുടെ മകൻ എന്താണ് ചെയ്യുന്നത്, മകൻ വർക്ക് ചെയ്യുന്നത് HMT വർക്ക് ചെയ്യുന്നതല്ലേ, അല്ലെങ്കിൽ പറയുന്ന ISRO വർക്ക് ചെയ്യുന്നതല്ലേ, അങ്ങോട്ട് കയറി ഇടപെടുക എന്നുള്ളതല്ല. അത് സാഹൂതം നോക്കിയിരിക്കുക. കസ്റ്റമറുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തീരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമറോട് ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എപ്പോഴും അത് എന്തായിരിക്കണം? ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റുക. അത് എന്തിനെ കുറിച്ചൊക്കെ ചോദിക്കണം ചോദിച്ചാൽ ഫാമിലിയെ കുറിച്ച് ചോദിക്കണം. അതുപോലെ തന്നെ ഫാമിലിക്ക് അകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ, അതിന് എന്തായിരുന്നു ട്രീറ്റ്മെന്റ് എടുത്തത്, ഏത് ഡോക്ടറായിരുന്നു ചികിത്സിച്ചത്, എവിടെയായിരുന്നു അത് ചികിത്സ എടുത്തിട്ടുണ്ടായിരുന്നത്, അതുപോലെ തന്നെ മകൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്, അവരുടെ ഏകദേശം സാലറി എത്ര ഉണ്ടെന്നൊക്കെ ഐഡിയ കിട്ടുന്ന രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലാൻസ്.
ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്ന സമയത്ത് അവര് ഇപ്പൊ മകൻ ഒരു 22 വയസ്സുണ്ട്, അല്ലെങ്കിൽ 23 വയസ്സുണ്ട്, അല്ലെങ്കിൽ 25 വയസ്സുണ്ട്, അപ്പൊ അയാളുടെ കല്യാണം അടുത്ത് തന്നെ സംഭവിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു നല്ല പ്ലാൻ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ ഒരു അഡീഷണൽ പ്ലാൻ കൊടുക്കണമെങ്കിലും ഈ പ്ലാനിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലും ഒക്കെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അതിനുള്ള ഒരു സ്കോപ്പ് അതിനകത്ത് കിടക്കും. അതുപോലെ തന്നെ ഷോ ജെന്യൂൻ ഇൻട്രസ്റ്റ് ആൻഡ് ലിസൺ ആക്റ്റീവ്ലി അറ്റന്റീവ്ലി ടു ടൈലർ ദ ഇൻഷുറൻസ് സൊല്യൂഷൻ ടു ദെയർ സ്പെസിഫിക് നീഡ്സ്. അവരുടെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക്, അതാണ് നമ്മൾ പറയുന്നത്, കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റണം, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് സെലക്ഷൻ നടത്തി കൊടുക്കാൻ വേണ്ടി പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് കസ്റ്റമറുടെ നീഡ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്ത് എന്ത് ചെയ്യാം, ഒരു വോയിസ് റെക്കോർഡ് ഓൺ ചെയ്തിട്ട് അത് നിങ്ങളുടെ പോക്കറ്റിൽ ഇട്ടേക്കുക, കോൾ ബ്ലോക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ ഫ്ലൈറ്റ് മോഡിൽ ഇടുക, എന്നിട്ട് നിങ്ങളുടെ വോയിസ് റെക്കോർഡ് ഓൺ ചെയ്തിട്ട് അതിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്താണ്, കസ്റ്റമർ പറയുന്ന മറുപടി എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു 4-5 കോളിന് പോയി വരുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ ഇന്ന് നമുക്ക് ഉപയോഗിക്കാവുന്ന ടെക്നോളജീസ് ആണ്. ഓക്കെ, അതും ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിലെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, അണ്ടർസ്റ്റാൻഡ് ദ കസ്റ്റമേഴ്സ് നീഡ്സ്. ഒരു ഹൈ ഇമ്പാക്ട് സെയിൽ നിങ്ങൾ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ആരാണെന്നും കസ്റ്റമർ എന്താണെന്നും കസ്റ്റമറുടെ റിക്വയർമെന്റ്സ് എന്തായിരിക്കും. കസ്റ്റമറുടെ റിക്വയർമെന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇതുവരെ ഇന്ത്യയിൽ ഒരാളും എനിക്ക് ഇന്നൊരു ആവശ്യം അതിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി വേണമെന്നാണ് പോളിസി എടുത്തിട്ടില്ല. അങ്ങനെ ചോദ്യത്തിന് ഒരു മറുപടി പറയൂല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കസ്റ്റമർക്ക് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന ഒരു ഫാക്ടർ അതിനകത്ത് അവശേഷിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ ഇതിനെ ഡീൽ ചെയ്യണം എന്നുള്ളത് പറയുന്നു. ഓക്കെ, അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞതിൽ ആദ്യത്തെ പോയിന്റ് എന്താണ്, അണ്ടർസ്റ്റാൻഡ് ദ കസ്റ്റമേഴ്സ് നീഡ്സ് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് മനസ്സിലാക്കിയിട്ട് സെയിലിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോയി നോക്കാം എന്താണ് അതിൽ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇനി നമ്മുടെ പാർട്ടിലേക്ക് വരുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ദ വാല്യൂ നോട്ട് ജസ്റ്റ് ഫീച്ചേഴ്സ്. എല്ലാവരും പറയും ഇതിനകത്ത് സാറേ പ്രീ ഹോസ്പിറ്റലൈസേഷൻ ബെനിഫിറ്റ് ഉണ്ട്, ഇതിനകത്ത് സാറേ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ബെനിഫിറ്റ് ഉണ്ട്, ഇതിനകത്ത് അതുണ്ട്, ഇതിനകത്ത് ഇതുണ്ട്, ആംബുലൻസ് കിട്ടും, എയർ ആംബുലൻസ് കിട്ടും, അതുപോലെ തന്നെ കമ്പാഷനേറ്റ് ട്രാവൽ കിട്ടും, പിന്നെ പടപടാന്ന് മാലപ്പടക്കം പൊട്ടുന്ന പോലെ ഫീച്ചേഴ്സ് പറയും. ഫീച്ചേഴ്സ് പറയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പോകുന്നത്, ഇത് കസ്റ്റമർക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അല്ലെ, നമ്മളെ പോലെ തന്നെ വിവരം വിദ്യാഭ്യാസമുള്ള ആളാണ് നമ്മുടെ മുന്നിൽ കസ്റ്റമറായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ അടിച്ചിട്ട് കൈ കൊടുത്താൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവാൻ 20 മിനിറ്റ് വേണ്ടി വരും, കസ്റ്റമർ അത് 10 മിനിറ്റ് കൊണ്ട് വായിച്ച് മനസ്സിലാക്കും. അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ പോണേ. ഈ പറയുന്ന ഫീച്ചേഴ്സിനെ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കസ്റ്റമർക്ക് ജീവിതത്തിൽ കൊടുക്കുന്ന വാല്യൂ എന്താണ്, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്താണ്, അത് കസ്റ്റമർക്ക് കൊടുക്കുന്ന വാല്യൂ എന്താണ്. നമ്മൾ ലിസ്റ്റ് 1 പ്രകാരമുള്ള ഡിഡക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഒമിറ്റ് ചെയ്തിട്ടുള്ള പേയബിൾ അല്ലാത്ത കാര്യങ്ങളെ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരുന്നു, അതുകൊണ്ട് കസ്റ്റമർക്ക് കിട്ടുന്ന ഗുണം എന്താണ്, ഇതിനകത്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് കസ്റ്റമർക്ക് കിട്ടുന്ന കാര്യം എന്താണ്. കസ്റ്റമറുടെ മനസ്സിനകത്ത് ഒരു ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, എനിക്ക് ഇതുകൊണ്ട് എന്താ ഗുണം എന്നുള്ളത്. ആ ഗുണത്തെ കുറിച്ച് മാത്രം നിങ്ങൾ സംസാരിച്ചാൽ മതി. വലിയ കഥ ഒന്നും പറഞ്ഞ് അല്ലെങ്കിൽ വലിയ ഡെക്കറേഷൻ ഒന്നും നടത്തിയോണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ കസ്റ്റമർക്ക് മനസ്സിലാവാവുന്ന രൂപത്തിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ അത് കൃത്യമായിട്ട് കസ്റ്റമറുടെ ലൈഫുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ, അല്ലെ, ഫോക്കസ് ഓൺ ഹൗ ദ ഇൻഷുറൻസ് ക്യാൻ പ്രൊവൈഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ആക്സസ് ടു ക്വാളിറ്റി ഹെൽത്ത് കെയർ ഇൻ എമർജൻസീസ്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, ക്വാളിറ്റി ഹെൽത്ത് കെയർ ഇൻ എമർജൻസീസ്. ഹായ്, എത്ര നല്ല ആശുപത്രി, ഇവിടെ കയറി കിടക്കാൻ പറ്റുമെന്ന് കസ്റ്റമർ ചോദിക്കില്ല. അതിന് കാര്യം എന്താണ്, ഒരാൾക്കും ജീവിതത്തിൽ ആശുപത്രിയിൽ കിടക്കാൻ ഇഷ്ടമില്ല, എനിക്കും ഇഷ്ടമില്ല, ഇതിന്റെ മുന്നിലിരിക്കുന്ന 500 ആൾക്കും ഇഷ്ടമില്ല. അത് നമുക്ക് എല്ലാവർക്കും പകൽ വെച്ച പോലുള്ളതാണ്. നമുക്കില്ലാത്തൊരു കാര്യം കസ്റ്റമർക്കില്ല, കസ്റ്റമർക്ക് അത് ഇഷ്ടമല്ല. പക്ഷെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് കസ്റ്റമർ പ്രതീക്ഷിക്കുന്നത് അവൈലബിൾ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ്, അവൈലബിൾ ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഹെൽത്ത് കെയർ ആണ് അവരൊരു എമർജൻസിയിൽ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതിന് ഈ പറയുന്ന പ്രൊഡക്റ്റ് എന്ത് കൊടുക്കും എന്നുള്ളതും അതിന്റെ സ്കോപ്പ് എന്താണെന്നുള്ളതും അവിടെ അവർ അനുഭവിക്കാൻ പോകുന്ന ഫ്രീഡം എന്താണെന്നുള്ളതും കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് വിശകലനം ചെയ്യാനും അതിനുവേണ്ടി പേ ചെയ്യാനും കസ്റ്റമർ തയ്യാറാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എക്സ്പ്ലെയിൻ ദ വാല്യൂ നോട്ട് ജസ്റ്റ് ഫീച്ചേഴ്സ്. യൂസ് റിലേറ്റബിൾ സെനാരിയോസ് ടു ഷോ ഹൗ ദ പോളിസി ബെനിഫിറ്റ് ദെയർ യുണീക് സിറ്റുവേഷൻ. അതായത് ഈ പറയുന്ന പ്രൊഡക്റ്റ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കുറിച്ച് മറ്റേ എന്താ പറയാ, നമ്മള് ഹെൽത്ത് ഇൻഷുറൻസ് ആദ്യമായിട്ട് ലോകത്തിൽ കണ്ടുപിടിച്ച കാലം തൊട്ട് ഇങ്ങോട്ടുള്ള കഥയൊക്കെ പറഞ്ഞു ചില ആൾക്കാർ. ഇല്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ പറയുന്ന പോളിസിയിലെ യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് എങ്ങനെയാണ് പ്രൊട്ടക്ഷൻ തീർക്കാൻ പോകുന്നത് എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതാണ് പറയണേ, എക്സ്പ്ലെയിൻ ദ വാല്യൂ നോട്ട് ജസ്റ്റ് ഫീച്ചേഴ്സ്. ഇതിനെ നമ്മൾ മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് വാല്യൂ ബേസ്ഡ് സെല്ലിംഗ് ആണ് കസ്റ്റമർ ആഗ്രഹിക്കുന്നത്, അതല്ലാതെ പ്രൈസ് ബേസ്ഡ് ആയിട്ടുള്ള കൺസേൺസ് കസ്റ്റമേഴ്സിന് ഇല്ല. ഐ റിപ്പീറ്റ്, ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ പല ആൾക്കാരുമായിട്ടും സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പോളിസിയുടെ പ്രീമിയം എന്ന് പറയുന്നത് കസ്റ്റമറുടെ കൺസേൺ അല്ല, പലപ്പോഴും ഇത് ആരുടെ കൺസേൺ ആണ്, ഒരു അഡ്വൈസറുടെ കൺസേൺ ആണ്.
അഡ്വൈസർക്കാണ് വലിയ വിഷമം, സാർ ഇത് അങ്ങോട്ടാണ്, സാർ ഇത് ഇങ്ങോട്ടാണ്. ഇല്ല, കാരണം നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കൂ, നിങ്ങൾ കേരളത്തിന്റെ ഏത് സ്ഥലത്തായിക്കോട്ടെ, കേരളത്തിന്റെ ഏത് ഗ്രാമത്തിലായിക്കോട്ടെ, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ഏത് സ്ഥലത്തായിക്കോട്ടെ, നിങ്ങളുടെ വീടിന്റെ മുന്നിലൂടെ പോകുന്ന പ്രധാനപ്പെട്ട ഒരു റോഡിൽ കയറിയിട്ട് നിങ്ങളൊരു 15 മിനിറ്റ് നിൽക്കുകയാണെങ്കിൽ മിനിമം ഒരു 5 6 50 ലക്ഷത്തിന്റെ മുകളിലുള്ള കാർ ഓടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണാൻ പറ്റും. ആളുകളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ, ആളുകളുടെ കയ്യിൽ ആൾക്കാർക്ക് ഈ ലക്ഷറിയിലും സേഫ്റ്റിയിലും യാതൊരു താല്പര്യവും ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇക്കണ്ട കാറുകളൊക്കെ നമ്മുടെ റോഡിൽ വരുന്നത്? രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്നത് കൊടുക്കുന്ന ലക്ഷറി, രണ്ടത് കൊടുക്കുന്ന സേഫ്റ്റി. ഈ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ അവരുടെ ആരോഗ്യത്തിലും അവരുടെ ലക്ഷറിയിലും അവരുടെ അപ്പിയറൻസിലും അവരുടെ എൻജോയ്മെന്റിലും ഒന്നും തന്നെ അവരൊരിക്കലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. നമുക്കാണ് കൺസേൺ. നമുക്ക് കൺസേൺ എന്താ? ആകെ കഴിഞ്ഞ മാസം കിട്ടിയത് 15,000 രൂപ ആണ് കമ്മീഷൻ കിട്ടിയത്, അല്ലെങ്കിൽ 50,000 രൂപയാണ് കമ്മീഷൻ കിട്ടിയത്. ആ പറയുന്ന നമ്മുടെ വരുമാനം നമ്മളിൽ സൃഷ്ടിക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ചെലവാക്കുന്ന സമയത്ത് എന്ത് തീരുമാനമായിരിക്കും എടുക്കുക, നമ്മൾ ചെലവാക്കുന്ന സമയത്ത് നമുക്ക് എന്താണോ ഫീൽ ചെയ്യുക, ഇത് തന്നെയാണ് കസ്റ്റമർക്ക് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുക. അതിനെ ജനറലൈസ് ചെയ്ത് ചിന്തിക്കും. അത് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. കാരണം നിങ്ങളുടെ റേഞ്ച് അല്ല, നിങ്ങളുടെ ഫീൽ അല്ല നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കസ്റ്റമർക്കുള്ളത്. കസ്റ്റമർക്ക് എപ്പോഴും ഇഷ്ടം കസ്റ്റമറുടെ റേഞ്ചിൽ സംസാരിക്കുന്ന ആളുകളെയാണ് കസ്റ്റമർക്ക് ഇഷ്ടം. അതിനർത്ഥം ചിലപ്പോൾ നിങ്ങൾ പോയിട്ടുണ്ടാവുക നിങ്ങളുടെ പഴയ ബൈക്കിലായിരിക്കും, അത് പ്രശ്നമാക്കണ്ട. പക്ഷെ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുത്ത 5 കോടിയുടെ പോളിസിയെ കുറിച്ചും 2 കോടിയുടെ പോളിസിയെ കുറിച്ചും നിങ്ങൾ കളക്ട് ചെയ്ത 5 ലക്ഷം പ്രീമിയത്തെ കുറിച്ചും അവരൊരു ആശുപത്രി കിടന്ന സമയത്ത് അവർക്ക് കിട്ടിയിട്ടുള്ള അതിന്റെ ലക്ഷറിയസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിനെ കുറിച്ചും കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വലിയ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പ്രൈസിന്റെ സ്ഥാനത്ത് വാല്യൂവിനെ വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന സെയിലിനെ ക്ലോസ് ചെയ്യാൻ പറ്റും. പ്രൈസിന്റെ സ്ഥാനത്ത് വാല്യൂ വരുമ്പോൾ അതിന്റെ എന്താ പറയാ, വാല്യൂ നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ സമ്മിറ്റ്ഷോട് നിശ്ചയിക്കുന്ന കസ്റ്റമറാണ്, നമ്മളല്ല. നമ്മൾ ചിലപ്പോൾ 50 ലക്ഷം കൊടുക്കാന്ന് വിചാരിച്ച സ്ഥലത്ത് കസ്റ്റമർ എന്ത് ചെയ്യും? 5 കോടിയുടെയോ അല്ലെങ്കിൽ 4 കോടിയുടെയോ 2 കോടിയുടെയോ പോളിസി ഉണ്ടോ എന്നുള്ളത് ചോദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അൺലിമിറ്റഡ് സബ്മിഷൻ കൊടുക്കാൻ പറ്റുന്ന പോളിസീസ് ഉണ്ട് ഇപ്പോൾ, അല്ലെ? അപ്പൊ അവിടെയാണ് ഞാൻ പറയുന്നത്, കസ്റ്റമറെ ഒരിക്കലും നിങ്ങളുടെ ലെവലിൽ ഇരുന്ന് ചിന്തിക്കരുത്. കാരണം വാല്യൂബിൾ ആണെന്ന് ഫീൽ ചെയ്യുന്ന സമയത്ത് പേ ചെയ്യാൻ അവരുടെ കയ്യിൽ പണം ഉണ്ടെന്നുള്ള ഉത്തമ വിശ്വാസത്തോട് കൂടിയിട്ട് മാർക്കറ്റിൽ പോവാം. നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പ്രീമിയം കളക്ട് ചെയ്യാൻ പറ്റും, ഒരു സംശയം വേണ്ട. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 5 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ 20 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് 30 രൂപയുടെ അല്ലെങ്കിൽ 50 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് കണ്ടിരുന്ന സിനിമ ഇന്ന് മിനിമം ഒരു കുടുംബം, ഒരു 3 പേരോ 4 പേരോ ഉള്ള കുടുംബം പോയിട്ട് സിനിമ കാണണമെങ്കിൽ ഏറ്റവും നല്ല തിയേറ്റർ നോക്കിയിട്ടാണ് ആൾക്കാർ കയറുന്നത്. ഏറ്റവും ലോവസ്റ്റ് ക്വാളിറ്റിയുള്ള തിയേറ്ററിന് മുന്നിൽ ക്യൂ ഇല്ല. ഏറ്റവും കൂടുതൽ ക്യൂ ഉള്ളത് എവിടെയാണ്? ആ പോണ മുഴുവൻ ആൾക്കാരും കാർ കൊണ്ട് നിർത്തിയിട്ടാണോ പോണേ? അല്ല, ഓട്ടോറിക്ഷയിൽ പോണ ആൾക്കാരുണ്ട്, സൈക്കിളിൽ പോണ ആൾക്കാരുണ്ട്. പക്ഷെ അവർ തെരഞ്ഞെടുക്കുന്ന ലക്ഷറി എന്ന് പറയുന്നത് ഈ രൂപത്തിലാണ്. അതിന്റെ കാര്യം എന്താ വെച്ചാൽ വാല്യൂ ഉണ്ട് എന്നുള്ളത് ഒരാൾക്ക് ബോധ്യപ്പെട്ടാൽ ഇന്ന് അവർ പേ ചെയ്യാൻ തയ്യാറാണ്. അത് മാർക്കറ്റ് വന്നിട്ടുള്ള വ്യത്യാസമാണ്. ഞാൻ ആരെയും ക്രിട്ടിസൈസ് ചെയ്യാൻ കേട്ടോ, നിങ്ങളുടെ ചിന്ത ഇടുങ്ങിയതാണെന്നുള്ളതിനെ കുറിച്ച് ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മളുടെ ഉള്ളിൽ അങ്ങനെ ഒരു കൺസേൺ വരരുത്. നിങ്ങൾ വാല്യൂ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പേയ്മെന്റ് എന്ന് പറയുന്നത് അവർക്കൊരു കൺസേൺ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതിന് ഇന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ലോങ് ടേം പോളിസികളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് BNPL പോലുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഇന്ന് മാർക്കറ്റ് അത്രയും അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. ഓക്കെ, ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോവാണ്. ഇത് എക്സ്പ്ലെയിൻ ദ വാല്യൂ, നോട്ട് ജസ്റ്റ് ഫീച്ചേഴ്സ്. പോളിസിയുടെ അകത്ത് അടിച്ചു വെച്ച കാര്യങ്ങൾ തത്ത പറയും പോലെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല നമ്മുടെ ജോലി. നമ്മുടെ ജോലി എന്താണ്? അതെങ്ങനെയാണ് അവരുടെ ജീവിതത്തിനകത്ത് അത് ക്വാളിറ്റി കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയും. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. ബി ട്രാൻസ്പെറന്റ്. ഒരു കാരണവശാലും അതിനകത്ത് എന്തുണ്ടാവരുത്? ഒരു ഒളി മറയും കാര്യങ്ങളോ സംഭവങ്ങളോ ഒന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഒരു കാര്യം നിങ്ങൾക്ക് അറിയില്ല, പല ആൾക്കാരും ചെയ്യുന്ന കാര്യമാണ്, പല ആൾക്കാരും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? കസ്റ്റമറുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് ട്രെയിനേഴ്സിനെ വിളിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ SMസിനെ വിളിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ BMസിനെ വിളിക്കും. ഈ വിളിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് കസ്റ്റമറുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് അങ്ങനത്തെ സപ്പോർട്ട് എടുക്കരുത്. നിങ്ങൾ പഠിച്ചിട്ട് വേണം പോവാൻ. അഥവാ നിങ്ങൾക്ക് അങ്ങനത്തെ സപ്പോർട്ട് എടുക്കണമെങ്കിൽ ഒരു കാരണവശാലും കസ്റ്റമറെ ഒഴിവാക്കിക്കൊണ്ട് പുറത്തു പോയി നിന്ന് അദ്ദേഹത്തിന്റെ പോർട്ടിക്കോലോ അല്ലെങ്കിൽ അപ്പുറത്തോ പോയി നിന്ന് കസ്റ്റമർ കേൾക്കാത്ത പോലെ സംസാരിക്കരുത്. നിങ്ങൾ പറയുന്ന ഒരു കാര്യത്തിലും നിങ്ങൾ എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ കസ്റ്റമർക്ക് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഒരു ഫീച്ചർ വിളിച്ച് ചോദിക്കുകയാണ്, ഒരു സം ഇൻഷുർഡ് ചോദിക്കുകയാണ്, ഒരു പ്രീമിയം ചോദിക്കുകയാണ്. ഇത് കച്ചവടമല്ല നടക്കുന്നത്. ഒക്കെ പ്രിന്റഡ് ആയിട്ടുള്ള പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം വിളിച്ചു ചോദിക്കുന്നുണ്ടെങ്കിൽ കസ്റ്റമർ കേൾക്കെ ചോദിക്കണം, സാർ ഞാൻ ഇവിടെ വന്ന സമയത്താണ് ആകെ കൺഫ്യൂഷൻ ആയത്, ഇങ്ങനെ ഒരു കാര്യം കസ്റ്റമർ ചോദിക്കുന്നു, എന്റെ മുന്നിലുണ്ട്, സാർ ഇരിക്കുന്നുണ്ട്, എത്രയാണ്, എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഒരു കാര്യം എങ്ങനെയാണ്? അത് ശരി, അങ്ങനെയാണല്ലേ, ഓക്കെ സാർ പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയാം. ഞാൻ ആ ഭാഗത്ത് അപ്ഡേറ്റഡ് ആയിരുന്നില്ല, അതുകൊണ്ടാണ് സോറി എന്ന് പറഞ്ഞിട്ട് ഈ കാര്യം പറഞ്ഞു കൊടുക്കുക. അതർവൈസ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക. അതുപോലെ തന്നെ പോളിസിയുടെ ഒരു കാര്യം പറയുന്ന സമയത്ത് ഒരു കാരണവശാലും താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട് കിട്ടാത്തൊരു കാര്യം കിട്ടുമെന്നോ അതുപോലെ തന്നെ കിട്ടുന്ന ഒരു കാര്യം കിട്ടില്ല എന്നുള്ളതോ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള മാറ്റങ്ങളും അതിനകത്ത് വരുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതാ പറയണേ, ക്ലാരിറ്റി, എക്സ്പ്ലെയിൻ ടേംസ്, കണ്ടീഷൻസ് ആൻഡ് എക്സ്ക്ലൂഷൻസ് ടു ബിൽഡ് ട്രസ്റ്റ്, അവോയ്ഡ് ജാർഗൺ. ജാർഗൺ എന്ന് പറയുന്നത് എന്താ അറിയോ?
ജാർഗൻ എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ വലിയ പുള്ളിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവർക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ വരുന്ന കാര്യങ്ങൾ. സാറേ PTCA കിട്ടൂല. എന്താ ഈ PTCA? പെർക്യൂട്ടേനിയസ് ട്രാൻസ്ലൂമിനൽ കൊറോണറി ആൻജിയോപ്ലാസ്റ്റി അല്ലെ? കസ്റ്റമർ ആകെ ഷോക്ക് അടിച്ചു നിൽക്കും. ഒന്നുമില്ല, നമ്മൾ എന്താ പറയണേ, ഹാർട്ട് അറ്റാക്ക് വന്നാൽ ചെയ്യുന്ന സർജറി, നമ്മൾ സ്റ്റെന്റ് ഇടുക എന്ന് പറയും, ആ കാര്യങ്ങൾ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും ജാർഗൺസ് ഉപയോഗിക്കരുത്. കസ്റ്റമർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ പറഞ്ഞു കൊടുക്കുക. ഏറ്റവും ക്ലാരിറ്റിയോട് കൂടി സിമ്പിൾ ആയിട്ടുള്ള ഭാഷയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാം. അത് ഈ പറയുന്ന ഹൈ ഇമ്പാക്ട് സെയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ആവശ്യമാണ്. കാരണം ആ വന്ന മനുഷ്യണ്ടല്ലോ, ഒരു തങ്കപ്പെട്ട ഒരു മനുഷ്യനാണ്. കാരണം എന്ത് ക്ലാരിറ്റിയോട് കൂടിയിട്ട് അയാൾ കാര്യങ്ങൾ പറഞ്ഞു തന്നെ, വാങ്ങിയാലും വാങ്ങിച്ചിട്ടില്ലെങ്കിലും ആ കസ്റ്റമർക്ക് നിങ്ങളെ കുറിച്ച് ഒരു വലിയ ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയുമെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ട്രാൻസ്പെറന്റ് ആയിരിക്കുക എന്നുള്ളത് ഈ ഇമ്പാക്ട് സെയിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം പറയാവുന്നത് പ്രീമിയം കാൽക്കുലേഷൻ. ഈ പ്രീമിയം കാൽക്കുലേഷൻ വരുമ്പോൾ കസ്റ്റമർക്കും ചെയ്യാൻ പറ്റും, അഡ്വൈസർക്കും ചെയ്യാൻ പറ്റും, ആർക്കും വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പ്രീമിയം കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ അത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് അവരെ കൊണ്ട് ചെയ്യിക്കുക. സാറേ അതിൽ എത്ര പേരാണ് 2A + 1C ആണ്, ഓക്കെ, അത് സെലക്ട് ചെയ്തു, സാറിന് ഇത്ര വർഷത്തേക്കാണ്. ആ കാര്യങ്ങൾ എടുത്തിട്ട് ആ പ്രീമിയം അവരുടെ ഫോണിനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിനകത്ത് ചെയ്യാൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു ട്രാൻസ്പെറൻസി അവർക്ക് ഫീൽ ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം കസ്റ്റമർ ഡയറക്റ്റ് ഈ പറയുന്ന പ്രോസസ്സിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമർക്ക് കൂടുതൽ വിശ്വാസം വരും എന്നുള്ളത്. ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളും എന്ത് ചെയ്യാം, ബിൽഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പൊ ട്രാൻസ്പെറന്റ് ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാരണവശാലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളോ മനസ്സിലാവാത്ത ഭാഷയിലോ ഒരിക്കലും കസ്റ്റമറോട് സംസാരിക്കരുത്. കസ്റ്റമർക്ക് എന്തുണ്ടാവണം, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട്, അല്ലെങ്കിൽ അവിടെ ആദ്യം തന്നെ എന്തെടുക്കുക, അതിന്റെ മുകളിൽ ഒരു ജാമ്യം എടുത്തേക്കുക. എന്താണ്, ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയം സാറിനുണ്ടെങ്കിൽ, ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ സാറ് ചോദിക്കണേ. കാരണം എനിക്കത് സാറിന് എന്തൊക്കെയാണ് അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ പോകുന്നു എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് സാർ എന്തെങ്കിലും സംശയങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചോളൂ എന്നുള്ളത് പറയുക. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഓരോന്ന് പറയുന്ന സമയത്ത് അതെന്ത് ചെയ്യുക, അത് കൺഫേം ചെയ്യാം. അല്ലെ? ഹൈലൈറ്റ് റെസ്റ്റ് ലൈഫ് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? റെസ്റ്റ് ലൈഫ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസിനകത്ത് എന്തുണ്ടാവുക, പ്രാക്ടിക്കലി നടന്നിട്ടുള്ള കേസുകൾ, അതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള ക്ലെയിമുകൾ, ആ ക്ലെയിം കൊടുത്ത സമയത്ത് കസ്റ്റമർ പറഞ്ഞിട്ടുള്ള, അതിനാണ് നമ്മൾ ടെസ്റ്റിമോണിയൽസ് എന്ന് പറയും. എന്താണ്, ഒരു കസ്റ്റമർ വിളിച്ചു എന്നിട്ട് പറഞ്ഞു, ജയപ്രകാശേ ക്ലെയിം ഗംഭീരമായിട്ട് അവർ പ്രോസസ് ചെയ്തിട്ടോ, യാതൊരു പ്രശ്നം വന്നില്ല, എനിക്കത് വളരെ പെട്ടെന്ന് ക്ലെയിം കിട്ടി. അത് പറഞ്ഞാൽ നിങ്ങൾ റോക്കറ്റ് പോണമാതിരി പോകണം കസ്റ്റമർ അടുത്തേക്ക്. എന്തിനു വേണ്ടിയിട്ടാ? ഒരു വെള്ള പേപ്പർ എടുക്കുക, ഈ പറഞ്ഞ കാര്യം, ഞാൻ ഇന്ന ദിവസം ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു, എനിക്ക് ഒരു പോളിസി ഉണ്ടായിരുന്നു, ആ പോളിസിയിൽ എനിക്ക് ഇത്ര സമയം കൊണ്ട് ഇത് കിട്ടി, ഇത്ര രൂപയായിരുന്നു ബില്ല് വന്നിട്ടുണ്ടായിരുന്നത്, അതിനകത്ത് ഇത്ര രൂപയും എനിക്ക് എന്ത് ചെയ്തു, സ്റ്റാർ ഹെൽത്ത് തരികയുണ്ടായി എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിന് ഈ പറഞ്ഞ ആള് ആരാണ്, ഇപ്പൊ XYZ എന്ന് പറയുന്ന ആള് എന്ത് ചെയ്തു, എനിക്കത് വളരെ നല്ല രൂപത്തിൽ സപ്പോർട്ട് തന്നു. ആ പറയുന്ന സമയത്ത് നിങ്ങളൊന്ന് എഴുതി തരാൻ പറഞ്ഞ കസ്റ്റമർ എഴുതി തരും. ഈ പറയുന്ന സംഭവം നിങ്ങളുടെ കമ്പനിയെ കുറിച്ച്, നിങ്ങളുടെ സർവീസിനെ കുറിച്ച് എന്തെങ്കിലും കാരണവശാൽ ഒരാൾ സംശയം പറയുകയാണെങ്കിൽ അത് എടുത്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. സാർ ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് എഴുതി തരുന്ന കാര്യങ്ങളാണ്. ഞങ്ങളത് എഴുതി വാങ്ങിക്കുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങൾ വരുന്ന സമയത്ത് അത് റെഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനകത്ത് നമ്പർ ഉണ്ട്, സാർ വിളിച്ചു ചോദിച്ചോളൂ, അദ്ദേഹത്തിന്റെ അനുഭവം എന്താണെന്നുള്ളത് വിളിച്ചു ചോദിച്ചോളൂ. കൃത്യമായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതാ പറയണേ, റിയൽ ലൈഫ് സ്റ്റോറീസ് എന്ന് പറയുന്നതിന് വളരെ കൂടുതൽ എന്തുണ്ട്, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള. അപ്പൊ നിങ്ങൾ കൊടുത്ത പോളിസിയിൽ ഒരു കസ്റ്റമർക്ക് ഒരു ക്ലെയിം വന്നു, അവരത് എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്ത്, എത്ര രൂപയാണ് വന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഡോക്യുമെന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 10 ലക്ഷം രൂപയുടെ ഒരു പോളിസി, ഏകദേശം 60 ലക്ഷം രൂപയോളം അവർ അതിന്റെ മുകളിൽ ക്ലെയിം വാങ്ങിയിട്ടുണ്ട്. 36 ക്ലെയിമോളം അവരിപ്പോ വാങ്ങിക്കഴിഞ്ഞിട്ട് 6 വർഷം കൊണ്ട്. ഒന്നുമില്ല, അത് അത്രയും കൂടുതൽ ട്രീറ്റ്മെന്റ് വരുന്ന, അത്രയും കൂടുതൽ ചികിത്സ വരുന്ന ഒരു അസുഖത്തിനാണ് അവർ ക്ലെയിം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് വാങ്ങിക്കാൻ അതിന് വേണ്ടിയിട്ടാണ് ഒരു പോളിസി എടുത്തിട്ടുള്ളത്. അപ്പൊ ആളുകൾ പറയുന്നത് എന്താ, എനിക്ക് തലവേദനയ്ക്ക് കിട്ടിയില്ല, എനിക്ക് പനിക്ക് കിട്ടിയില്ല, എന്റെ കാല് വെച്ചുത്ത സമയത്ത് കിട്ടിയില്ല, ഇതൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെ ഒരു പോളിസി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ പറയുന്ന കണ്ടീഷൻ പ്രകാരം എലിജിബിൾ ആയിട്ടുള്ള ഒരു ക്ലെയിമും ഒരു ഇൻഷുറൻസ് കമ്പനിക്കും കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ തെളിയിക്കുന്ന മുഹൂർത്തങ്ങളാണ് ഈ പറയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ അതിന് എന്താവരുത്, പറയുന്ന കഥകളല്ല, അതിന് ചില തെളിവുകൾ കൂടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട. അതുപോലെ തന്നെ കസ്റ്റമർ വിളിച്ചിട്ട് നിങ്ങളോട് നന്ദി പറയണം. നിങ്ങൾ എന്താ പറയണ്ടേ, സാർ എനിക്ക് ഇതിലും വലിയൊരു സന്തോഷം വേറെ ഇല്ല, കാരണം സാർ ഇത്രയും ഭംഗിയായിട്ട് സംസാരിച്ചു, എനിക്കിത് വളരെ കൂടുതൽ അഭിമാനമുള്ള ഒരു കാര്യമാണ്, സാർ എനിക്കിതൊരു വോയിസ് ക്ലിപ്പ് ആയിട്ടൊന്ന് ഇട്ട് തരാമോ എന്ന് ചോദിക്കാം. എന്താ ചോദിക്കുന്നതിന്? ആ വോയിസ് ക്ലിപ്പായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, 1000 ക്ലെയിം വരുന്ന സമയത്ത് അതിൽ 1-2 ക്ലെയിമുകളിൽ മാത്രമാണ് ഡിസ്പ്യൂട്ട് വരുന്നതോ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കുറവ് വരികയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു ക്ലെയിം സെറ്റിൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ക്ലെയിമിന്റെ അനുഭവം കസ്റ്റമറോട് എന്ത് ചെയ്യുക, ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ വാങ്ങിക്കുക, അതിൽ പോസിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ എടുത്തു വെക്കുക. ഒരു കസ്റ്റമർ അതിനകത്ത് സംശയം പറയുമ്പോൾ കസ്റ്റമറോട് പറയാ, ഇത് എന്റെ കസ്റ്റമർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ പറയുന്നതാണ് സാധാരണഗതിയിൽ നമ്മൾ ഒരു ദിവസം എത്ര ക്ലെയിമുകളാണ് നമ്മൾ ഒരു എന്താ പറയാ 1.1 crore ക്ലെയിമുകൾ നമ്മൾ മാർക്കറ്റിൽ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോ ഈ പറയുന്ന ക്ലെയിമുകളൊക്കെ തന്നെ സെറ്റിൽ ചെയ്തപ്പോൾ ഒരാളും ഒന്നും നല്ലത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒന്നോ രണ്ടോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ ചെറിയ ചെറിയ ന്യൂസുകളായിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമർ എനിക്കുണ്ട്, എന്റെ കമ്പനിക്ക് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അത് ഈ പറയുന്ന കാര്യങ്ങളെ യാഥാർത്ഥ്യത്തിൽ അവർ മനസ്സിലാക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു ഹൈ ഇമ്പാക്ട് സെയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വലിയ സാഹചര്യം ഉണ്ടാക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അത് തന്നെ പറയുന്ന ഷെയർ സ്റ്റോറീസ് ഓഫ് കസ്റ്റമേഴ്സ് ഹൂസ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊട്ടക്റ്റഡ് ദം ഫ്രം അൺഎക്സ്പെക്ടഡ് മെഡിക്കൽ കോസ്റ്റ്. ഈ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്ന മെഡിക്കൽ കോസ്റ്റ് എങ്ങനെയായിരുന്നു ഇൻഷുറൻസ് അവരെ പ്രൊട്ടക്ട് ചെയ്തു എന്നുള്ളതും കേസ് സ്റ്റഡീസ് റെസണേറ്റ് മോർ ദാൻ അബ്സ്ട്രാക്ട് നമ്പേഴ്സ്, അല്ലെ? അതാണ് അവരിൽ കൂടുതലായിട്ട് എന്തുണ്ടാക്കുക, ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഹൈലൈറ്റ് റസ്റ്റ് ലൈഫ് എക്സാമ്പിൾസ്, അതായത് റിയൽ ലൈഫ് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ സംശയിക്കേണ്ട, വലിയ രൂപത്തിലുള്ള ഒരു ഇമ്പാക്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ഒരു ഹൈ വാല്യൂ പോളിസിയിലേക്ക് ലീഡ് ചെയ്യുന്നതിന് യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. അതിന്റെ റോഡ് ബ്ലോക്സ് ഒരുപാടൊന്ന് മാറ്റി തരും. അതുപോലെ തന്നെ എംഫസൈസ് ഫാമിലി സെക്യൂരിറ്റി, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. എംഫസൈസ് ഫാമിലി സെക്യൂരിറ്റി. എന്താ എംഫസൈസ് ഫാമിലി സെക്യൂരിറ്റി എന്ന് പറയുന്നത്? അഞ്ചാമത്തെ പോയിന്റാണ് എംഫസൈസ് ഫാമിലി സെക്യൂരിറ്റി. അതായത് ഒരു പഠനം പറയുന്നത് നമ്മുടെ ഇന്ത്യക്കകത്ത് നടക്കുന്ന സെയിലുകൾ അല്ലെങ്കിൽ പർച്ചേസുകൾ, ജനങ്ങൾ നടത്തുന്ന പർച്ചേസുകളുടെ ഒരു മാനസികമായ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ള ഒരു പഠനം നടത്തിയ സമയത്ത് ഇതൊരു റാഷണൽ എന്താ പറയുക ഡിസിഷൻ ആണോ അതോ ഒരു ഇമോഷണൽ ഡിസിഷൻ ആണോ എന്നുള്ളത് പഠനം നടത്തിയപ്പോൾ 65% സെയിൽസ് ഡിസിഷൻസ്, ബൈയിങ് ഡിസിഷൻസും വരുന്നത് എവിടുന്നാണ്? 65% ബൈയിങ് ഡിസിഷൻസും വരുന്നത് ഇമോഷൻ എന്നാണ്. ഇമോഷൻ എന്ന് പറയുന്നത് എന്താണ്? എന്തെങ്കിലും ഒരു പ്രത്യേക സാധനം, ഒരു വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എനിക്ക് ഭാര്യ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സമയം ബസ് കാത്ത് നിൽക്കേണ്ടി വരുന്നു, ഭയങ്കര തിരക്കാണ്. അവിടെ എനിക്ക് ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇമോഷണലി എനിക്കൊരു ചെറിയ പ്രശ്നം തോന്നിയത് കൊണ്ടാണ് ഞാൻ ഭാര്യയ്ക്ക് ഒരു സ്കൂട്ടർ വാങ്ങിക്കൊടുത്തത്. ഞാനും ഫാമിലിയും കൂടി പോകുന്ന സമയത്ത് ഞങ്ങൾ ഒരു ദിവസം വല്ലാതെ നനഞ്ഞു, ആകെ എന്തോ പോലെ, ഞങ്ങൾ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല. ഉടനെ അയാൾ എന്തിനു തീരുമാനിക്കും? ഒരു കാർ വാങ്ങാൻ തീരുമാനിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ ആ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു കാർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ വരുന്നത്. അങ്ങനെയാണ് ആ ഒരു കാർ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും ഒരു ഇമോഷൻ അതിനകത്ത് ഉണ്ടെങ്കിൽ, ഒരു ഇമോഷന്റെ ബാക്ക് സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് വളരെ കൂടുതൽ എളുപ്പമാണ്. അപ്പീൽ ടു ദെയർ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ബൈ എംഫസൈസിങ് ഹൗ ദ പോളിസി എൻഷുർസ് ദെയർ ലവ്ഡ് വൺസ് ആൻഡ് കെയർഡ് ഫോർ നോ മാറ്റർ വാട്ട് ഹാപ്പൻസ്. പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ പറയുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും സാമ്പത്തികമായിട്ട് ഒറ്റപ്പെടേണ്ടി വരില്ല. അതിനു വേണ്ടിയിട്ടാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നിങ്ങൾ എടുത്തു വെക്കുന്നത് എന്നുള്ളത് പറയുമ്പോൾ അവരും അവരുടെ പ്രിയപ്പെട്ടവരും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജീവിതവും അതിനകത്ത് എന്താ വേണം, ആ പറയുന്ന ഒരു സീനിനകത്ത് വരികയാണ്. ആ സീനിനകത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് ഈ പറയുന്ന മുടക്കുന്ന പണത്തിന് ഒരു വാല്യൂ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ കൂടുതലൊന്നും ചിന്തിക്കേണ്ടി വരില്ല. അതാണ് പറയുന്നത് എംഫസൈസ് ഫാമിലി സെക്യൂരിറ്റി എന്നുള്ളത്. ഒരു ഇമോഷണൽ ആയിട്ട് ഒരു കണ്ടന്റിനെ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ, ഇമോഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ, ഇതിന്റെ ഇമോഷണൽ വാല്യൂവിനെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി കഴിയുകയാണെന്നുണ്ടെങ്കിൽ സംശയിക്കേണ്ട, വലിയ രൂപത്തിൽ കസ്റ്റമേഴ്സിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് കഴിയുമെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അതാണ് അടുത്തൊരു കാര്യമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അടുത്തൊരു പോയിന്റിലേക്ക്. അതാണ് എംഫസൈസ് ഫാമിലി സെക്യൂരിറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പേഴ്സണലൈസ് യുവർ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? Avoid generic pictures. Customize your presentation based on their age, profession, and priorities. For instance, a young professional may prioritize affordability while a family may value comprehensive coverage. എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, ഞാൻ ഇന്ന് 10 പേരെ കാണുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പ്രസന്റേഷൻ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 10 പേരോട് പോയിട്ട് തത്ത കഥ പറയുന്ന പോലെ ഞാനിത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനെയല്ല നമ്മൾ സെയിൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അവിടെ ഞാൻ എന്താ ചെയ്യുന്നത്? അവിടെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്റെ മുന്നിലിരിക്കുന്ന ആൾ ആരാണ്, അയാളുടെ ജോലി എന്താണ്, അയാളുടെ സാമ്പത്തികം എന്താണ്, അയാളുടെ ഫാമിലി എന്താണ്, ആ പറയുന്ന ആൾക്ക് ഫാമിലിയിലുള്ള താല്പര്യം എന്താണ്, അവിടെ ആരാണ് ഡിസിഷൻ എടുക്കുന്നത്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ അതിന് കൂടുതൽ ഇമ്പാക്ട് ആളുകളിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ FHOP പഠിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ എന്താ പറയാ നമ്മുടെ അഷൂർ പഠിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്, അതുപോലെ തന്നെ ഞാൻ സൂപ്പർ സ്റ്റാർ പഠിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്, ഞാൻ വുമൻസ് കെയർ പഠിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാത്രമേ പറയുള്ളൂ. അല്ല, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആൾക്ക് ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ, ഇത് അയാളിൽ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം എന്ന് സമയം എന്ന് പറയുന്നത് വളരെ 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 വിലയില്ലാത്തതായിട്ട് മാറും. അതുകൊണ്ടാണ് പറയണേ, മുന്നിലിരിക്കുന്ന ആൾക്കനുസരിച്ച് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കഴിയണം. അത് ഒരു ഒരു ഹൈ ഇമ്പാക്ട് സെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കസ്റ്റമൈസ്ഡ് പ്രസന്റേഷൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. നമ്മൾ അതിനെ വിളിക്കുന്നത് എന്താണ്?
കസ്റ്റമൈസ്ഡ് പ്രസന്റേഷൻ. ഓരോ ആൾക്കും അനുസരിച്ചും കൃത്യമായിട്ട് ആ പ്രൊഡക്റ്റിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയണം. അതാണ് കസ്റ്റമൈസ്ഡ് പ്രസന്റേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ക്രിയേറ്റ് എ സെൻസ് ഓഫ് അർജൻസി. സെയിൽ പെട്ടെന്ന് ക്ലോസ് ആവണമെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഒരു ഹൈ ഇമ്പാക്ട് അവരിൽ ഉണ്ടാക്കാൻ കഴിയുന്ന സെൻസ് ഓഫ് അർജൻസി ഉണ്ടാക്കണം. എന്താണ് സെൻസ് ഓഫ് അർജൻസി എന്ന് പറയുന്നത്? ഈ സെൻസ് ഓഫ് അർജൻസി എന്ന് പറയുന്നത് ഞാനിത് എപ്പോ വാങ്ങിക്കണം എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തെയാണ് നമ്മളിത് പറയുന്നത്. ഞാനിത് എപ്പോ വാങ്ങിക്കണം? ഒരു സംശയം വേണ്ടത് ഇപ്പൊ വാങ്ങിക്കണം. എന്തുകൊണ്ട് ഇപ്പൊ വാങ്ങിക്കണം? സാറിന്റെ പ്രായം ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ആരോഗ്യം അടുത്ത ദിവസം എങ്ങനെയാണ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ഒരു ആക്സിഡന്റ് നടന്നാൽ പിന്നെ ഇൻഷുറൻസ് കമ്പനി നമുക്ക് പോളിസി തരൂ എന്നുള്ളതിനെ കുറിച്ച് പറയാൻ വേണ്ടി കഴിയില്ല. ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഹെൽത്തിയാണ്, എനിക്കിത് തരാൻ വേണ്ടി കഴിയുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഇപ്പോഴാണെന്ന് പറയാനും നിങ്ങൾക്കത് പ്രൂവ് ചെയ്യാനും വേണ്ടി കഴിയണം. അതിനാണ് നമ്മൾ പറയുന്നത് ക്രിയേറ്റ് എ സെൻസ് ഓഫ് അർജൻസി. അർജന്റ് ആയിട്ട് നിങ്ങൾ വാങ്ങിക്കണം. വൈ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കഴിയണം. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിൽ ഒരു മെഡിക്കൽ ചെക്കപ്പോ കാര്യങ്ങളോ കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നം കണ്ടുപിടിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഈ പോളിസി വാങ്ങിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പൊ ആ സെൻസ് ഓഫ് അർജൻസി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എക്സ്പ്ലെയിൻ ഹൗ ഏർലി എൻറോൾമെന്റ് എൻഷുർസ് ലോവർ പ്രീമിയംസ് ആൻഡ് കവറേജ് വെൻ ദേ നീഡ് ഇറ്റ് മോസ്റ്റ്. കാരണം ഒരാൾ എടുക്കുന്ന സമയത്ത് അയാൾക്ക് ഈ പറയുന്ന കവറേജ് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നീട് പ്രായം കൂടിയാലും ആ പറയുന്ന കവറേജ് പോവില്ല. അതിപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പൊ ഏറ്റവും ചെറിയ പ്രായത്തിൽ പോളിസി എടുക്കുമ്പോൾ അതിൽ എല്ലാ കവറേജും ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ പ്രായമായി കഴിഞ്ഞാലും ഈ പറയുന്ന എല്ലാ കവറേജും അത് നഷ്ടപ്പെടുന്ന പ്രശ്നം വരില്ല. നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഇത് ഇപ്പൊ എടുക്കണം എന്നുള്ളത് കസ്റ്റമറോട് പറയാൻ പറ്റും അല്ലെ. എക്സ്പ്ലെയിൻ ഹൗ ഏർലി എൻറോൾമെന്റ് എൻഷുർസ് ലോവർ പ്രീമിയം. കുറഞ്ഞ പ്രീമിയം ഉണ്ടാവുള്ളൂ. ആൻഡ് കവറേജ് വെൻ ദേ നീഡ് ഇറ്റ് മോസ്റ്റ്. അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഈ പറയുന്നത് അവർക്ക് കിട്ടുക. ഹൈലൈറ്റ് റിസ്ക് ഓഫ് ഡിലേയിങ് സച്ച് ആസ് എക്സ്ക്ലൂഷൻസ് ഫോർ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ്. എന്ന് പറഞ്ഞാൽ ഈ റിസ്ക് ഡിലേ ചെയ്യുന്ന സമയത്ത് ഒരു റിസ്ക് വരുന്നുണ്ട്. ആ റിസ്ക് എന്ന് പറയുന്നത് എക്സ്ക്ലൂഷൻസ് വന്നേക്കാം, പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ഉൾപ്പെടാതെ പോയേക്കാം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾക്കുള്ള മറുപടി അല്ലെങ്കിൽ അതിനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോ ഈ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് എടുക്കാൻ കഴിയും. എടുത്താൽ നിങ്ങൾക്ക് ഇതിന് എന്ത് ചെയ്യാം? എടുത്താൽ നിങ്ങൾക്ക് അത് വലിയ രൂപത്തിലുള്ള ഒരു എന്താ പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗുണം കിട്ടും എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. 8 ഷോക്കേസ് ഫ്ലെക്സിബിലിറ്റി. എന്താ ഫ്ലെക്സിബിലിറ്റി? എംഫസൈസ് ഓപ്ഷൻസ് ഫോർ റൈഡേഴ്സ്, ആഡ് ഓൺസ് ഓർ ടൈലേർഡ് പ്ലാൻസ് ടു fit their budget and lifestyle. Stress how they can adapt their policy as their needs involve. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മുടെ പുതിയ പോളിസി ഏറ്റവും പുതിയ മാർക്കറ്റിലെ കണ്ടീഷൻ എന്താ, അല്ലെങ്കിൽ ഏറ്റവും പുതിയ മാർക്കറ്റിലെ റിക്വയർമെന്റ് എന്താണ്? കസ്റ്റമൈസബിൾ പോളിസീസ്. എന്താ കസ്റ്റമൈസബിൾ പോളിസി എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന പോളിസി, അതിനകത്ത് ഓപ്ഷൻസ് വേണ്ടത് എടുക്കാം, വേണ്ടാത്തത് ഒഴിവാക്കാം. ഒരു ബേസ് കവർ ഉണ്ടാവും, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും, ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനും ഇത്തരം സാധ്യതകളെ മാർക്കറ്റിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അതെടുത്താലുള്ള ഗുണങ്ങളെ കുറിച്ച് സംസാരിക്കാനും നിങ്ങൾക്ക് കഴിയണം. അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഹൈ ഇമ്പാക്ട് സെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഇന്നത്തെ ആളുകളുടെ ഒരു വലിയ ആവശ്യമാണ്. അപ്പൊ ഈ ഫ്ലെക്സിബിലിറ്റി നിങ്ങളുടെ പോളിസിക്കകത്ത് വന്നു കഴിഞ്ഞു. നിങ്ങൾ മറ്റേ എന്താ പറയാ അഷറിന്റെ മോളെന്നും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള പോളിസികളുടെ മോളെന്നൊക്കെ ഒന്ന് പിടുത്തം വിട്ട് ഈ സൂപ്പർ സ്റ്റാറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പോളിസി മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും? അവതരിപ്പിക്കാൻ വേണ്ടി പറ്റും. അതാണ് അതിനകത്ത് പറയുന്നത്. അപ്പൊ ആ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഈ പറയുന്ന കസ്റ്റമറെ സംബന്ധിച്ച് എന്തുണ്ടാക്കും? ഒരു സെൻസ് ഓഫ് എക്സ്ക്ലൂസീവ്നെസ് എന്ന് പറയും. എന്താ എക്സ്ക്ലൂസീവ്നെസ്? ഈ പറയുന്ന പ്രൊഡക്റ്റ് എനിക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളതാണ്, ഇതാണ് എനിക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്നുള്ള ഫീൽ വരുമ്പോൾ അത് എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ കസ്റ്റമർ ശ്രദ്ധിക്കും. അതാണ് ഒരു ഹൈ ഇമ്പാക്ട് സെയിൽ എന്ന് പറയുന്നത് ഉണ്ടാവാൻ എന്തുണ്ടായിരിക്കണം? അതിന്റെ ഫ്ലെക്സിബിലിറ്റിയും എക്സ്ക്ലൂസീവ്നെസ്സും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയും. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ അടുത്തൊരു പോയിന്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഫോളോ അപ്പ് വിത്ത് കെയർ. എന്താണ് ഫോളോ അപ്പ് വിത്ത് കെയർ എന്ന് പറഞ്ഞാൽ? നമ്മള് എന്തെങ്കിലും കാരണവശാൽ കസ്റ്റമർ അപ്പോ ആഫ്റ്റർ ഇനീഷ്യൽ മീറ്റിംഗ് follow up to answer any questions or concerns to proactive approach shows your commitment to their well-being, not just the sale. അതായത് നിങ്ങളൊരു ചോദ്യത്തിന് മറുപടി പറയേണ്ടത് സെയിൽ കിട്ടാൻ വേണ്ടിയിട്ടല്ല, കസ്റ്റമർക്ക് അങ്ങനെ ഒരു കൺസേൺ ഉണ്ടെങ്കിൽ ആ കൺസേൺ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. അത് പെട്ടെന്ന് കസ്റ്റമർക്ക് ഫീൽ ചെയ്യും, ഒരു ഹൈ ഇമ്പാക്ട് സെയിലിലേക്ക് അത് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പൊ നമ്മൾ സെയിൽ സാറെ ചെക്കപ്പ് തരും, സാറ് എപ്പോഴാണ് ജി പേ ആയിട്ടാണോ തരിക, സാർ എപ്പോഴാണ് ബാങ്കിൽ നിന്നാണോ എടുത്തു തരിക, അതോ സാർ ഇത് മറ്റേ എന്താ പറയുക സ്വൈപ്പ് ചെയ്യാനാണോ പോകുന്നത്? ഈ പേയ്മെന്റിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ മാത്രമല്ല ഇതിന്റെ പ്രശ്നം. എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ സെയിൽ ക്ലോസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കസ്റ്റമർ വളരെ എന്താ പറയുക കംഫർട്ടബിൾ ആയിട്ട് ഈ പറയുന്ന ഒരു സെയിൽസിനകത്ത് പങ്കെടുക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താൻ കഴിയണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ പെട്ടെന്ന് തന്നെ ഒരു ഹൈ ഇമ്പാക്ട് സെയിലിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോ നമുക്ക്
ഇതിലൊന്നുകൂടി ഒറ്റ സ്ലൈഡ് കൂടിയാണ്, നമുക്ക് 10 പോയിന്റ്സ് ആണ് ഇതിനകത്തുള്ളത്. ബി എ ട്രസ്റ്റഡ് അഡ്വൈസർ, നോട്ട് ജസ്റ്റ് എ സെയിൽസ് പേഴ്സൺ. പലരും വീണ് പോകുന്നത് ഇവിടെയാണ്. എന്താ? പൊസിഷൻ യുവർ സെൽഫ് ആസ് സംവൺ they can rely on for ongoing guidance and support. Regularly review their coverage to ensure it continues to meet their needs. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ റിന്യൂവൽ വരുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പല ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്. ഓരോ തവണ റിന്യൂവൽ വാങ്ങിക്കാൻ ചെല്ലുന്ന സമയത്തും പോളിസികളിൽ വന്നുള്ള മാറ്റത്തെ കുറിച്ച് സംസാരിക്കണം. അതോടൊപ്പം തന്നെ അവർക്കൊരു ഹയർ കവറേജിലേക്ക് പോകേണ്ടതിന്റെ ആവശ്യത്തിനെ കുറിച്ച് സംസാരിക്കണം. അത് എന്തുകൊണ്ടാണ്, അതൊരിക്കലും പ്രീമിയത്തിലേക്ക് അല്ല റിഫ്ലക്ട് ചെയ്യേണ്ടത്, എന്തിലേക്ക് വേണം? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് എടുക്കേണ്ടത്, അത് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണം എന്താണ്, എടുക്കാതിരുന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. അവിടെയാണ് പറയണേ ബി എ ട്രസ്റ്റഡ് അഡ്വൈസർ, അല്ലെ? ഒരു അഡ്വൈസർ ആയിട്ട് അവരോട് സംസാരിക്കുക, നോട്ട് ജസ്റ്റ് എ സെയിൽസ് പേഴ്സൺ. നിങ്ങളത് വാങ്ങിച്ചാൽ എനിക്ക് കമ്മീഷൻ കിട്ടും, ഞാൻ കമ്മീഷന് വേണ്ടിയിട്ടാണ്. അങ്ങനെയല്ല. നിങ്ങളുടെ കമ്മീഷൻ എന്ന് പറയുന്നത് അതൊരു ഹിഡൻ ഐറ്റം മാത്രമാണ്. കാരണം അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അത് വെളിച്ചത്ത് വരാൻ പാടില്ല. കാരണം നിങ്ങൾ കൊടുക്കുന്ന സേവനത്തിന് നിങ്ങൾക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ ആണ്. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അതിന്റെ മുകളിലാണെങ്കിൽ സെയിൽസിന്റെ നിറം പോകും. അതെന്താ കാരണം ചോദിച്ചാൽ, സെയിൽസ് എന്ന് പറയുന്നത് ഒന്നിൽ നിന്നും പലതിലേക്ക് റിപ്ലിക്കേറ്റ് ചെയ്ത് പോകേണ്ടതാണ്. അങ്ങനെ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവണം, അവിടെ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യണം. ആ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ബി എ ട്രസ്റ്റഡ് അഡ്വൈസർ, നോട്ട് ജസ്റ്റ് എ സെയിൽസ് പേഴ്സൺ. ഒരു സെയിൽസ് പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് എങ്ങോട്ട് പോവാം? ഒരു ട്രസ്റ്റഡ് അഡ്വൈസറിലേക്ക് നിങ്ങൾ പോകാന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്കത് ആദ്യം തൊട്ട് നോക്കാം. അണ്ടർസ്റ്റാൻഡ് ദ കസ്റ്റമേഴ്സ് നീഡ്സ്. കസ്റ്റമറുടെ നീഡ് ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ നിങ്ങൾ പ്രസന്റ് ചെയ്യുക. അതൊരു ഹൈ ഇമ്പാക്ട് സെയിലേക്ക് കൊണ്ടുപോകും. എക്സ്പ്ലെയിൻ ദ വാല്യൂ, നോട്ട് ജസ്റ്റ് ഫീച്ചേഴ്സ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, പ്രൈസ് അല്ല കൺസേൺ, വാല്യൂ ആണ് കൺസേൺ. വാല്യൂ ഉണ്ടെങ്കിൽ കസ്റ്റമറുടെ കയ്യിൽ പേ ചെയ്യാൻ പണം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. വാല്യൂ ക്രിയേറ്റ് ചെയ്യുക, അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ ബി ട്രാൻസ്പെറന്റ്. ഇന്ന് ആളുകൾ ഉദ്ദേശിക്കുന്ന എപ്പോഴും എന്താ പറയുക, ഓൺലൈൻ പർച്ചേസിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ റിയൽ ടൈം പർച്ചേസിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ അവര് നേരിട്ട് ഡയറക്റ്റ് പർച്ചേസിലേക്ക് പോകുന്നതിന്റെ ഒക്കെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ ആ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ട്രാൻസ്പെറന്റ് ആണെങ്കിൽ കസ്റ്റമർ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന കാര്യത്തിൽ സംശയിക്കേണ്ട. ഹൈലൈറ്റ് റെസ്റ്റ് ലൈഫ് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 100 കാര്യം നിങ്ങൾ ഓഫർ കൊടുത്ത് പ്രൂവ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് ഇതൊരിക്കലും എൻജോയ് ചെയ്തിട്ടുള്ള ഒരാൾ പറയുന്ന 2 വാക്കെന്ന് പറയുന്നത്. അതുകൊണ്ട് അത് വോയിസ് റെക്കോർഡായിട്ട് നിങ്ങൾക്ക് എടുക്കാം, അതല്ലെങ്കിൽ എഴുതപ്പെട്ട കാര്യങ്ങളായിട്ട് നിങ്ങൾ ഒരു വൈറ്റ് പേപ്പറിനകത്ത് ആൾക്കാരെ കൊണ്ട് എഴുതിച്ചിട്ട് നല്ല സർവീസ് കിട്ടുമ്പോൾ അവരുടെ ടെസ്റ്റിമോണിയൽ എഴുതി വാങ്ങിച്ചാൽ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എംഫസൈസ് ഫാമിലി സെക്യൂരിറ്റി. ഒരു ഇമോഷണൽ കണ്ടന്റ് അതിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സെയിലിനെ ഒരു ഹൈ ഇമ്പാക്ട് സെയിലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ പേഴ്സണലൈസ് യുവർ അപ്രോച്ച്. നിങ്ങളുടെ അപ്രോച്ചിനെ നിങ്ങൾക്ക് പേഴ്സണലൈസ് ചെയ്യാം. അത് ആൾക്കനുസരിച്ച് അതിനെ മാറ്റം വരുത്താൻ വേണ്ടി കഴിയണം. ക്രിയേറ്റ് എ സെൻസ് ഓഫ് അർജൻസി ക്രിയേറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഷോക്കേസ് ഫ്ലെക്സിബിലിറ്റി. നിങ്ങൾക്ക് ഇതിന്റെ ഈ പ്രൊഡക്റ്റിന്റെ ഫ്ലെക്സിബിലിറ്റി എന്താണ്, ഇത് എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ തരുന്നത് എന്നുള്ളതും ഇതിനെങ്ങനെ നമുക്ക് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാം, എങ്ങനെ കുറയ്ക്കാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റണം. പിന്നെ ഫോളോ അപ്പ് വിത്ത് കെയർ. വളരെ വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ആ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് അവർക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവർക്ക് തീർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഹൈ ഇമ്പാക്ട് സെയിലിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ഒരു അഡ്വൈസർ ആയിരിക്കുക, ഒരിക്കലും ഒരു സെയിൽസ് പേഴ്സൺ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് പോകാതിരിക്കാം. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്ന പോയിന്റുകൾ എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് വീണ്ടും തുടർന്ന് കാണാം. എല്ലാ സെഷനും പങ്കെടുക്കുക, നന്നായിട്ട് പഠിക്കുക. കാരണം അതിന് പ്രായോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ വളരണമെങ്കിൽ നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്, അല്ലെ? ഒരു തളിരിലെങ്കിലും വരുന്നില്ലെങ്കിൽ ഒരു മരം മരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കൂടുതൽ പഠിക്കുക. നമുക്ക് വളരാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവർക്കും ഒരു മികച്ച JFM ആശംസിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു ആൾ. താങ്ക് യു. ബൈ.